So hello all, welcome to Entri Technical. So നമ്മളെല്ലാവരും അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രിക്കലിൻ്റെ മച്ച് അവൈറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് വരികയാണെന്ന് കരുതുന്നു. സോ നിങ്ങൾക്ക് പ്രിപ്പറേഷന് ഒരു സഹായകരമായിട്ട് കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളെല്ലാവരും സിലബസും എല്ലാം കണ്ടിട്ടുണ്ടാവും. സോ സിലബസ് ഒക്കെ അത്യാവശ്യം വാസ്റ്റ് ആണ്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷനിലേക്കും പോകാം അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 1, RA and RB. ഓക്കെ, നിങ്ങളൊന്ന് കേൾക്കാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് തന്നെ കടക്കാം. Okay, RA and RB are the input resistance of the circuit as shown below. രണ്ട് സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിനകത്ത് മുകളിലത്തെ സർക്യൂട്ടിനകത്ത് RA ആണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് കാണിക്കുന്നുണ്ട്. താഴത്തെ സർക്യൂട്ടിനകത്ത് RB എന്ന് പറയുന്നതാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ്. ദ സർക്യൂട്ട് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റ്ലി, ഒരു ഇൻഫിനിറ്റ് എക്സ്റ്റൻഷൻ വരുന്ന ഒരു ടൈപ്പ് ഓഫ് സർക്യൂട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ RA ആൻഡ് RB എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നോർമലി നമുക്കൊരു സർക്യൂട്ടിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഒരു നെറ്റ്വർക്ക് തന്നിട്ട് വാട്ട് ഈസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് സീരീസ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന ആ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഈ ഗിവൺ ക്വസ്റ്റ്യനകത്ത് ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് എൻ ഇൻഫിനിറ്റ് എക്സ്റ്റൻഷൻ സർക്യൂട്ട്. ആ നെറ്റ്വർക്കിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RA ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് RB ഇൻ ടേംസ് ഓഫ് RA എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ താഴത്തെ സർക്യൂട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു 1 ohm റെസിസ്റ്റൻസ് നമുക്ക് പാരലലി കണക്റ്റഡ് ആണല്ലേ ഇൻപുട്ട് സൈഡിൽ തന്നെ. അതിനുശേഷം വരുന്ന ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഈ 1 ohm റെസിസ്റ്റൻസിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന കോമ്പിനേഷൻ, ആ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സെയിം ആസ് RA എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങളുടെ ടോപ്പ് സർക്യൂട്ടിനകത്ത് ഒബ്സർവ് ചെയ്യുമ്പോൾ 2 ohm പാരലൽ വിത്ത് 1 ohm, എഗെയിൻ 2 ohm പാരലൽ വിത്ത് 1 ohm എന്നിങ്ങനെയുള്ള ഒരു ഇൻഫിനിറ്റ് എക്സ്റ്റൻഷൻ സർക്യൂട്ടാണ്. സോ അതേ സർക്യൂട്ട് തന്നെ നമുക്ക് RBക്കകത്ത് റിപ്പീറ്റ് ചെയ്യുന്നു ഇൻ പാരലൽ വിത്ത് 1 ohm. സോ ദി ഇൻപുട്ട് ഇംപെഡൻസ് ഓഫ് ദ ഫസ്റ്റ് കേസ് എന്ന് പറയുന്ന RA ആണ്. ഇറ്റ് ഇസ് ഡയറക്ട്ലി ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. സോ നമുക്ക് നമ്മളുടെ ഓപ്ഷൻ ആൻസർ കിട്ടി അല്ലേ കൃഷ്ണ? കറക്റ്റ് ആണ് കേട്ടോ. സോ നമുക്ക് എന്താണ് സെക്കൻഡ് കേസ് നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. RB എന്ന് പറയുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 ohm ഇൻ പാരലൽ വിത്ത് RA ആണെന്ന് എനിക്ക് എഴുതാം. ഇറ്റ് ഈസ് 1 ohm ഇൻ പാരലൽ വിത്ത് RA. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ജോബ്. സോ വാട്ട് ക്യാൻ ബി ദ വാല്യൂ ഓഫ് RB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 ohm ഇൻ പാരലൽ വിത്ത് RA അല്ലേ. സോ RB ഈസ് ഈക്വൽ ടു പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ 1 ഇൻറ്റു RA ഡിവൈഡഡ് ബൈ 1 plus RA. That means RB equal to RA divided by 1 plus RA. Okay. So നമ്മുടെ സെക്കൻഡ് നെറ്റ്വർക്കിനകത്തെ RB എന്ന് പറയുന്നത് വി ഹാവ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് RA. എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടില്ല അല്ലേ ക്വസ്റ്റിനകത്ത്. ഓക്കെ. സോ ദിസ് ടൈപ്പ് ഓഫ് ഇൻഫിനിറ്റ് എക്സ്റ്റൻഷൻ സർക്യൂട്ട് നമുക്ക് ഈ വരുന്ന എക്സാമിനേഷനകത്ത് എക്സ്പെക്ട് ചെയ്യാം. പണ്ട് കാലത്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ഇടയ്ക്കാണ് ഇന്ന് ആബ്സെന്റ് ആയി വന്നത്. സോ നമുക്ക് വീണ്ടും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ആവറേജ് പവർ ഡെലിവേർഡ് ടു ആൻ ഇംപിഡൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ശരി. ദ ആവറേജ് പവർ ഡെലിവേർഡ് ടു ആൻ ഇംപിഡൻസ്, ഒരു ഇംപിഡൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 4 - j3. സോ ദ വാല്യൂ ഓഫ് ഇംപിഡൻസ് ഇസ് ഗിവൺ as 4 - j3 ബൈ എ കറന്റ് സോഴ്സ്. കറന്റ് സോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. കറന്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ടൈം റെപ്രസെന്റേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. I of t is equal to എന്താണ്? ഇറ്റ് ഈസ് 5 cos 100 pi t plus 100 എന്ന് പറയുന്നതാണ് നമ്മളുടെ റെപ്രസെന്റേഷൻ ഓഫ് കറണ്ട്. ഇത് ഇൻസ്റ്റന്റേനിയസ് റെപ്രസെന്റേഷൻ ആണെന്ന് ഓർക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ ആവറേജ് പവർ ഡെലിവേർഡ് ടു ദ ഇംപിഡൻസ് എന്നാണ്. ഓക്കെ, ആവറേജ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ വാട്ട്സ്. സോ ഇങ്ങനെ ഒരു ഇംപിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ് ക്യാൻ ബി ഐദർ, ഇംപിഡൻസ് വിൽ ബി ഐദർ R plus jx or R minus jx. സോ ദാറ്റ് മീൻസ് എന്താണ്?
നമ്മുടെ റെസിസ്റ്റീവ് പാർട്ട് ഓഫ് ദി ഇംപിഡൻസ് എന്ന് പറയുന്നതാണ് ഈ റിയൽ പാർട്ട് ഓഫ് ദ ഇംപിഡൻസ്. Z is equal to 4 minus J3 ആണ്. സോ ദാറ്റ് മീൻസ് ബൈ കമ്പാരിസൺ റെസിസ്റ്റൻസ് ഓഫ് ദ ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇംപിഡൻസിന്റെ റെസിസ്റ്റീവ് പോർഷൻ എന്ന് പറയുന്നത് 4 ohms ആണ്. ആൻസർ കിട്ടി അല്ലേ? നോക്കാം കറക്റ്റ് ആണോ എന്ന്. റെസിസ്റ്റീവ് പോർഷൻ ഓഫ് ദി ഇംപിഡൻസ് എന്ന് പറയുന്നത് 4 ആണ്. കറണ്ട് സോഴ്സിന്റെ എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് 5 cos. സോ ഇറ്റ് ഇസ് എൻ ഇൻസ്റ്റന്റേനിയസ് ടൈം റെപ്രസെന്റേഷൻ. ഇതൊരു കൊസൈനസോഡൽ സിഗ്നൽ ആണ് വിത്ത് എ പീക്ക് വാല്യൂ. സോ വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ കറണ്ട്? ഇറ്റ് ഇസ് 5 ആംപിയർ. ആവറേജ് പവർ ഡെലിവേർഡിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഈസ് IRMS സ്ക്വയർ ഇൻറ്റു R. എന്താണ്? RMS വാല്യൂ ഓഫ് ദ കറണ്ട് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു R അല്ലേ? സോ വാട്ട് ഈസ് RMS വാല്യൂ ഓഫ് ദ കറണ്ട്? IRMS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാക്സിമം ഡിവൈഡഡ് ബൈ √2. കാരണം ഈ ഒരു സിഗ്നലിനെ എനിക്ക് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോസ് ആയാലും സൈൻ ആയാലും ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. രണ്ടിന്റെ വേവ് ഷേപ്പ് ഒക്കെ സെയിം ആണ് അല്ലേ? സോ ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. മാക്സിമം വാല്യൂ ഓഫ് എ സിംഗിൾ ഫ്രീക്വൻസി വേവ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ √2. സോ പവർ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് IRMS സ്ക്വയർ ഇൻറ്റു R. ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ √2 the whole square into 4 ohm. That is 25 into 4 divided by 2. So answer should be 50 watts. അല്ലേ? കറക്റ്റ് ആണ്. ഓക്കെ, ആൻസർ ഇസ് 50 watts. സോ ആവറേജ് പവർ എന്ന് പറയുമ്പോൾ RMS വാല്യൂ എടുക്കുക. ഈ ഒരൊറ്റ പോയിന്റ് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അറ്റ് ദ സെയിം ടൈം റെസിസ്റ്റീവ് കമ്പോണന്റിന്റെ അക്രോസ് മാത്രമേ ഈ ആവറേജ് പവർ വരുന്നുള്ളൂ. സോ ഈ J3 എന്ന് പറയുന്ന ടേം ഒക്കെ നമുക്ക് കാൽക്കുലേഷൻ യൂസ് ചെയ്യേണ്ട. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. In a series RL circuit, the quality factor is given by. Okay, option C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is C/L എന്നാണ്. Okay, ഓപ്ഷൻ എ പറയുന്നത് it is 1/R into root of L by C. It is 1/R into root of L by C. ഓപ്ഷൻ ബി പറയുന്നത് R into root of L by C. ഓപ്ഷൻ സി പറയുന്നത് 1/R into root of C/L. ഓപ്ഷൻ ഡി പറയുന്നത് R into root of C/L. ഓക്കെ, സോ എന്താണ് ഒരു സീരീസ് RL? ശ്രദ്ധിക്കുക, RLC സർക്യൂട്ട് ആണ്. ഒരു സീരീസ് RLC സർക്യൂട്ടിന്റെ ക്വാളിറ്റി ഫാക്ടർ എന്താണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് അറ്റ് റെസൊണൻസ് വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. ഒരു സീരീസ് RLC സർക്യൂട്ട് ആണ്. വി ഹാവ് എ സീരീസ് RLC സർക്യൂട്ട്. റെസൊണൻസ് ടൈമിൽ വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ എന്നാണ്. ദിസ് ഇസ് ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ. So voltage across the inductor എന്ന് പറഞ്ഞാൽ it is nothing but current flowing through the circuit into XL divided by current flowing through the circuit into resistance. ഇതാണ് voltage across the resistor. Numerator ആണ് voltage across the inductor. So quality factor എനിക്ക് പറയാം it is nothing but XL divided by R. XL എന്ന് പറയുന്നത് inductive reactance ആണ്, which is equal to ω0 into L divided by R, where ω0 is the resonance frequency. It is given by 1 divided by √LC. സോ നമുക്ക് എക്സാമിനേഷനകത്ത് മെയിൻലി റെസൊണൻസ് എന്ന് പറയുന്ന പോർഷനകത്ത് സീരീസ് റെസൊണൻസും പാരലൽ റെസൊണൻസും ഒക്കെ അറിയണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടറിന്റെ എക്സ്പ്രഷൻ, ഡാമ്പിംഗ് റേഷ്യോന്റെ എക്സ്പ്രഷൻ, ഡാമ്പിംഗ് കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ, ടൈം കോൺസ്റ്റന്റ് ഓഫ് എൻ RLC സർക്യൂട്ട്, ബാൻഡ്വിഡ്ത്ത് ഓഫ് എ സീരീസ് RLC സർക്യൂട്ട്, ബാൻഡ്വിഡ്ത്ത് ഓഫ് എ പാരലൽ RLC സർക്യൂട്ട്, ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസി, അപ്പർ ഹാഫ് പവർ ഫ്രീക്വൻസി, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ. സോ ഇനി ക്വാളിറ്റി ഫാക്ടർ നമുക്ക് എഴുതാം. Q is equal to ω0 എന്താണ്? ഇറ്റ് ഈസ് 1/R into ω0 is 1/√LC into L അല്ലേ? സോ എന്താണ് നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ കിട്ടുക? ഇറ്റ് ഈസ് 1/R into root of L divided by C. 1/R into root of L divided by C. So this is the expression for quality factor of a series RLC circuit. അതായത് റെസൊണൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷനിൽ വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ബൈ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. ഓക്കെ, സോ ഇതൊരു നോർമൽ പ്രൊസീജിയർ ആണ് ഒരു ക്വാളിറ്റി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ എക്സ്പ്രഷൻ, ബാൻഡ്വിഡ്ത്ത്, ഇതിന്റെ എല്ലാം എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് R, L ആൻഡ് C, അതുപോലെ തന്നെ ക്വാളിറ്റി ഫാക്ടർ ഇൻ ടേംസ് ഓഫ് R, L ആൻഡ് C ഫോർ ബോത്ത് സീരീസ് ആൻഡ് പാരലൽ റെസൊണൻസ് സർക്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടാതെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? റാൻഡം കോമ്പിനേഷൻ സർക്യൂട്ട്സ്. അതായത് ഒരു സീരീസ് RLC ആണെങ്കിലും ഒരു പാരലൽ RLC ആണെങ്കിലോ നമ്മൾ നമ്മുടെ കോഴ്സിനകത്ത് തന്നെ പഠിക്കും. പക്ഷെ റാൻഡം സർക്യൂട്ട് വന്നിട്ട് അതിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ലെവലിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതായത് ഒരു സീരീസ് ആയിട്ട് ഒരു ഇൻഡക്ടറും ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും പാരലൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ
വാട്ട് ഇസ് ദ റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ പ്രൊസീജിയർ എന്താണ്? ഇംപിഡൻസിന്റെ ഇക്വേഷൻ എഴുതുക, അതിനകത്ത് ഇമാജിനറി പാർട്ട് 0 ആക്കാം. അറ്റ് റെസൊണൻസ് ദർ വിൽ ബി നോ ഇമാജിനറി പാർട്ട്. സോ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഒരു കണ്ടീഷൻ കിട്ടും. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം ഫോർ ദ എക്സാമിനേഷൻ. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് 1/r into root of L/C. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക ഈ ക്വസ്റ്റ്യൻ. ഇൻ ദ സർക്യൂട്ട് ഓഫ് ദ ഫിഗർ, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമുക്ക് ഫിഗറിനകത്ത് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് VL ആൻഡ് VC, ഒരു RLC സീരീസ് സർക്യൂട്ടാണ് നമുക്ക് ഫിഗറിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ RLC സീരീസ് സർക്യൂട്ടിനകത്ത് തന്നിട്ടുള്ള കണ്ടീഷൻ ശ്രദ്ധിക്കുക. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് VL ആൻഡ് VC, voltage across the inductor and voltage across the capacitor are twice that of VR. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ മാത്രമേ ഇങ്ങനെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഈ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആണെങ്കിലും വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആണെങ്കിലും ബോത്ത് ആർ ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ്. സോ ദാറ്റ് മീൻസ് ഏതോ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ VL ഉം VC യും ആർ ട്വൈസ് ദാറ്റ് ഓഫ് VR എന്ന് പറയുന്നുണ്ട്. അതായത് VL ഈക്വൽ ടു VC ഈക്വൽ ടു ട്വൈസ് ദാറ്റ് ഓഫ് VR. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്ന കണ്ടീഷൻ. Given frequency equal to 50 Hz. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഈ തന്നേക്കുന്ന ഈ ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ശ്രദ്ധിക്കുക. VL ഈക്വൽ ടു VC ഈക്വൽ ടു 2 times VR. സോ അവിടെ നിന്ന് നമുക്കൊരു കണ്ടീഷൻ മനസ്സിലായി. എന്താണ്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇഫ് VL ഈക്വൽ ടു VC, if VL equal to VC, that means എനിക്കൊരു കാര്യം പറയാം, that the circuit is under resonance. Circuit is under resonance. Circuit എന്താണ്? റെസൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The magnitude of VL and VC are twice that of VR. VRന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടില്ല. അറ്റ് ദ സെയിം ടൈം 5 ohm ആണ് റെസിസ്റ്റൻസ് എന്നും തന്നിട്ടുണ്ട്. VRന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ പ്രൊസീഡ് ചെയ്യാം? നമുക്ക് ഈ തന്നേക്കുന്ന കണ്ടീഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു പോയിന്റ്, ഇതൊരു റെസൊണൻസ് കണ്ടീഷനിൽ ഇരിക്കുന്ന സർക്യൂട്ടാണ്. അറ്റ് റെസൊണൻസ് എന്തായിരിക്കും കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? R+J into XL minus XC അല്ലേ? XL equal to XC, അതായത് VR+J into VL minus VC ആണ് സീരീസ് റെസൊണൻസിന്റെ വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്നത്. റെസൊണൻസ് കണ്ടീഷനിൽ VL ഉം VC യും സെയിം ആണ്. നമ്മൾ അതിന്റെ വെക്ടർ വരച്ചാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? സോ ഇത് കറണ്ട് ആണെന്ന് വിചാരിക്കുക, കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. ദാറ്റ് മീൻസ് ദിസ് ഇസ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് മുകളിലേക്ക് ഫ്ലോ ചെയ്യും. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ താഴേക്ക് വരയ്ക്കാം. സോ VL ഉം VC യും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അത് പറയുന്നില്ല, റെസൊണൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് പറയാം VL ആൻഡ് VC ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ നെറ്റ് വോൾട്ടേജ് അക്രോസ് VL ആൻഡ് VC എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 0. ദാറ്റ് മീൻസ് ദ എൻറ്റയർ സപ്ലൈ വോൾട്ടേജ് ഈസ് നൗ അക്കറിംഗ് അക്രോസ് ദ റെസിസ്റ്റൻസ്, which implies voltage across the resistor is equal to V is equal to 5 angle 0. Voltage across the resistor എന്ന് പറയുന്നത് 5 angle 0. That means this is 5. So അങ്ങനെയാണെങ്കിൽ what is the current through the circuit? It is nothing but the current flowing through the resistor അല്ലേ? 5 divided by 5 ohm is equal to 1 ampere ആണ് current flowing through the circuit എന്ന് പറയുന്നത്. 1 ampere is the current flowing through the circuit at resonance. സോ അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്താണ്? ദിസ് ഈസ് കറണ്ട് I ഇൻറ്റു XL. നോർമൽ ഇക്വേഷൻ. കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് I ആണ്, 1 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 1 ഇൻറ്റു XL. ദാറ്റ് മീൻസ് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ഇസ് ഈക്വൽ ടു ഒമേഗ L. നമ്മുടെ ഡ്യൂട്ടി എന്താണ്? Lന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ് ഈസ് അഗൈൻ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ഇസ് ഈക്വൽ ടു 2 times the voltage across the resistor. That means voltage across the inductor is equal to 2 into 5, which is equal to 10 volt. So which is equal to 10 volt. So ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയില്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. ഒമേഗ L is equal to 10 volt അല്ലേ? ഒമേഗ ഇൻറ്റു L is equal to 10, which implies L is equal to 10 divided by ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് 2 into pi into f ആണ്. F is equal to 50 Hz. So ഞാൻ 100 pi എന്ന് എഴുതുന്നു, which is equal to 1 divided by 10 pi. സോ എല്ലിന്റെ വാല്യൂ നോക്കുക, ഇറ്റ് ഈസ് 1 divided by 10 pi ആണ്. പൈ ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആയതുകൊണ്ട് റാഷണലൈസ് ചെയ്യാം. മുകളിലും താഴെയും പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പൈ ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു പൈ സ്ക്വയർ. പൈ സ്ക്വയർ ഈസ് അപ്രോക്സിമേറ്റ്ലി 10.
സോ എനിക്ക് എഴുതാം ഇൻഡക്റ്റൻസ് എല്ലിൻ്റെ വാല്യൂ എന്താകുന്നു? ഇറ്റ് ഈസ് പൈ ഡിവൈഡഡ് ബൈ 100. പൈ ഡിവൈഡഡ് ബൈ 100. അതായത് പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. ഡിവൈഡഡ് ബൈ 100 എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് മില്ലി ആകുമ്പോൾ നമുക്ക് 31.4 അടുത്ത് വരും അല്ലേ? കാരണം പൈ സ്ക്വയർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ചെയ്ത് വിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രദ്ധിക്കുക, പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 10 ആണ്. എവിടെയെങ്കിലും ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ ഒക്കെ പൈ കിടന്നു കഴിഞ്ഞാൽ റാഷണലൈസ് ചെയ്താൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ റാഷണലൈസ് ചെയ്യാം. പൈ സ്ക്വയർ ഷുഡ് ബി ടേക്കൺ as 10. ഓക്കെ, സോ അവിടെ നിന്ന് നമുക്ക് വിത്തൗട്ട് കാൽക്കുലേറ്റർ തന്നെ നമുക്ക് 31.8 മില്ലി ഹെൻറി ആണെന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത് റെസൊണൻസിനെ ബേസ് ചെയ്ത് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഞാനിപ്പോൾ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. നമുക്കിത് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇനി ഈ ക്വസ്റ്റൻ ഒന്നും കൂടെ നോക്കിക്കേ. VL equal to VC equal to 2VR. That means resonance ആണ്. VL equal to VC equal to 2VR. VR എന്ന് പറയുന്നത് it is nothing but supply voltage at resonance. ഒരു പോയിന്റ് അപ്ലൈ ചെയ്തു. So VR is equal to 5 volt. VL is equal to 10 volt. VL is equal to current I into XL. I എന്ന് പറയുന്ന 1 ampere ആണെന്ന് കിട്ടി. XL വാല്യൂ എന്താണ്? 10. Omega into L is equal to 10. Find the value of L. സ്റ്റെപ്പ് നമ്മൾ അൾട്ടിമേറ്റ്ലി എഴുതുമ്പോൾ എന്താണ്? 2 സ്റ്റെപ്പിൽ നമുക്ക് ഇനി ചെയ്യാൻ സാധിക്കും. സോ ഹിയർ നമ്മൾ എന്താണ്? വി ഹാവ് അപ്ലൈഡ് ദ കൺസെപ്റ്റ് ഓഫ് resonance. Okay, so answer is option C, 31.8 milli henry. Okay, ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A straight current carrying conductor and 2 conducting loops A and B are shown in the figure. ഈ ക്വസ്റ്റ്യനിലേക്ക് ഒരു ഐഡിയ ശ്രദ്ധിക്കുക. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്. കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. മുകളിലേക്കാണ് നമ്മളുടെ കറണ്ട് ഫ്ലോ വരുന്നത്. ആൻഡ് 2 കണ്ടക്ടിങ് ലൂപ്പ്, 2 ലൂപ്പ് ഉണ്ട്, എ ലൂപ്പും ബി ലൂപ്പും ആർ ഷോൺ ഇൻ ദ ഫിഗർ. വാട്ട് ആർ ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ 2 ലൂപ്പ്? ഈ 2 ലൂപ്പിലെയും ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ട്? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ലെൻസസ് ലോ അല്ലേ? ലെൻസസ് ലോയിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വരും. കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. എങ്ങനെ മനസ്സിലായി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുമെന്ന്? ബിക്കോസ് ദർ ഇസ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ദ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ഫീൽഡ് ലൈൻസ് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഹോൾഡ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അല്ലേ? Conductor should be holded in such a way that the thumb represents the direction of current. അങ്ങനെയാണെങ്കിൽ the curling of fingers will represent the direction of field lines. So കറണ്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്ത് ആ കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ my field lines will be such that field lines will be coming out. ഓക്കെ, അതായത് ഈ കണ്ടക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷനിലെല്ലാം ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരും. പ്ലെയിനിൻ്റെ ഉള്ളിൽ നിന്നും ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്യും. റൈറ്റ് സൈഡിലാണെങ്കിലോ, റൈറ്റ് സൈഡിൽ ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്ക് കയറി പോകാൻ ഉള്ള ശ്രമം നടത്തും. ഓക്കെ, ഇനിയാണ് ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ കാര്യം. ഫീൽഡ് ലൈൻസ് താഴെ നിന്ന് മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ there is a change in the flux line. So there is an EMF induced in the conductor B. Such that it will send a closed loop one. It will send a current. So direction of induced EMF അല്ലെങ്കിൽ direction of induced current എന്തായിരിക്കും? It should always tend to oppose the cause which produce it. അതായത് ബിയിൽ അല്ലെങ്കിൽ എയിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് ഉണ്ടാക്കുന്ന ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it should be opposing the direction of field lines which causes the induced EMF. അതായത് താഴെ നിന്ന് മുകളിലേക്കാണ് ബിയിൽ ഫ്ലക്സ് ലൈൻസ് വരുന്നുണ്ടെങ്കിൽ കറണ്ട് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ബി സച്ച് ദാറ്റ് ഫീൽഡ് ലൈൻസ് വിൽ ബി ഫ്രം എന്താണ് നമ്മുടെ സൈഡിൽ നിന്ന് ഫീൽഡിന്റെ പ്ലെയിനിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന ഡയറക്ഷനിലായിരിക്കും. സോ എനിക്ക് പറയാൻ സാധിക്കും ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ക്ലോക്ക് വൈസ് ഇൻ ബി. കാരണം ബി എന്ന് പറയുന്ന ഒരു സർക്കുലർ കണ്ടക്ടറിൽ ഞാൻ കറണ്ട് ഇങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് ലൈൻസ്. ഫ്ലക്സ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻ ടു ദ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി ഉണ്ടായിരുന്ന ഫ്ലക്സ് ലൈൻസിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ബി വരിക. സോ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ബി ഷുഡ് ബി ക്ലോക്ക് വൈസ്. അറ്റ് ദ സെയിം ടൈം ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ എ എന്തായിരിക്കും? It should be anti-clockwise direction. Okay, so answer is option A. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് it is the direction of induced current. ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന കറണ്ട് ഡയറക്ഷനിൽ ബിയിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ that current will produce a flux. ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? The flux is into the plane so that it can oppose the cause which produced the induced current. കോസ് എന്തായിരുന്നു? താഴെ നിന്ന് മുകളിലേക്ക് വന്ന ഫ്ലക്സ് ലൈൻസ് ആയിരുന്നു.
സോ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡൗട്ട് ഒന്നും ഇല്ല എന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് എക്സ് ഓഫ് ടി ബി എ സിഗ്നൽ വിത്ത് നൈക്വിസ്റ്റ് റേറ്റ് ഒമേഗ 0. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലിന്റെ നൈക്വിസ്റ്റ് റേറ്റ് ഒമേഗ 0 ആണെന്ന് പറയുന്നുണ്ട്. നൈക്വിസ്റ്റ് റേറ്റ് മീൻസ് ഇറ്റ് ഇസ് ദ എന്താണ്, എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. സോറി, എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിന് ചിലപ്പോൾ ഒരുപാട് ഫ്രീക്വൻസീസ് ഉണ്ടാവാം. മാക്സിമം ഫ്രീക്വൻസി ഓഫ് എക്സ് ഓഫ് ടിന്റെ നേരെ ഡബിൾ ആണ് ആക്ച്വലി നൈക്വിസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. നൈക്വിസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പ്രോപ്പർ ആയിട്ട് ഏലിയാസിംഗ് ഒന്നും ഇല്ലാണ്ട് വരാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ടിന്റെ ഒരു സ്റ്റോറി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ y of t equal to it is defined as x of t into cos of omega 0 t. അങ്ങനെയാണെങ്കിൽ ഈ y of t ന്റെ നൈക്വിസ്റ്റ് റേറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നൈക്വിസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എങ്ങനെ y of t ന്റെ നൈക്വിസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? ശ്രദ്ധിക്കുക, നൈക്വിസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം ഫ്രീക്വൻസി കമ്പോണന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഇവിടെ നമുക്ക് ഒന്നും അറിയത്തില്ല, ഇതെങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ പറയുന്നു, ഈ ഫ്രീക്വൻസി കമ്പോണന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ഫ്രീക്വൻസി കമ്പോണന്റ് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പ വഴി എന്താണ്? ഫ്രീക്വൻസി ഡൊമൈൻ സ്പെക്ട്രം. ഇപ്പോൾ ഒരു സൈനസോയ്ഡൽ സിഗ്നൽ ആണെങ്കിൽ അതിന് ഒറ്റ ഫ്രീക്വൻസിയെ കാണത്തുള്ളൂ. ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒറ്റ പോയിന്റിൽ മാത്രമേ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കാണത്തുള്ളൂ. അതാണ് ഫ്രീക്വൻസി സ്പെക്ട്രം. സോ ഫ്രീക്വൻസി സ്പെക്ട്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫ്രീക്വൻസീസ് പ്രസന്റ് ഇൻ ദ സിഗ്നൽ എന്ന് കിട്ടും. സോ അവിടെ നിന്ന് മാക്സിമം ഫ്രീക്വൻസി കമ്പോണന്റ് ഈസിലി ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നു, എക്സ് ഓഫ് ടീൻ്റെ ഞാനൊരു ഫോറിയർ ട്രാൻസ്ഫോം ആണ് എക്സ് ഓഫ് ഒമേഗ എന്ന് വിചാരിക്കുക. എക്സ് ഓഫ് ഒമേഗ, എക്സ് ഓഫ് ടി സിംഗിൾ ഫ്രീക്വൻസി ആണോ മൾട്ടിപ്പിൾ ഫ്രീക്വൻസി ആണോ ഇതിനെപ്പറ്റി ഒരു ധാരണയും നമുക്കില്ല. സോ ഞാൻ പറയുന്നു, എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി എ റാൻഡം സിഗ്നൽ. ഇങ്ങനെ ഒരു സിഗ്നൽ ആണെന്ന് വിചാരിക്കുക. എക്സ് ഓഫ് ഒമേഗ ഇങ്ങനെ ഒരു സിഗ്നൽ ആണെന്ന് വിചാരിക്കുക. തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടീൻ്റെ നൈക്വിസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒമേഗ 0 ആണെന്ന്. ദാറ്റ് മീൻസ് ദ മാക്സിമം ഫ്രീക്വൻസി കമ്പോണന്റ് പ്രസന്റ് ഇൻ ദ സിഗ്നൽ എന്ന് പറയുന്നത് ഒമേഗ 0/2 ആണ്. സോ മാക്സിമം ഫ്രീക്വൻസി കമ്പോണന്റ് എന്താണ്? മാക്സിമം ഫ്രീക്വൻസി കമ്പോണന്റ് ഈസ് ഒമേഗ 0 ഡിവൈഡഡ് ബൈ 2. അതായത് എക്സ് ഓഫ് ഒമേഗ സ്പെക്ട്രം ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഫ്രീക്വൻസി കമ്പോണന്റ് എന്ന് പറയുന്നത് ദിസ് പോയിന്റ് അല്ലേ. ദിസ് ഈസ് ആക്ച്വലി ഒമേഗ 0 ഡിവൈഡഡ് ബൈ 2. എങ്കിൽ മാത്രമേ ഇപ്പുറത്ത് മൈനസ് ഒമേഗ 0 ഡിവൈഡഡ് ബൈ 2 നാച്ചുറലി വരും. ഓക്കെ, പോസിറ്റീവ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ ഈ ഒമേഗ 0/2ന്റെ ട്വൈസ് ആണ് ഒമേഗ 0. സോ എൻ്റെ എക്സ് ഓഫ് ഒമേഗ ഈ ഒരു ഫോർമാറ്റിലാണ്. ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y of t-ന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് y of t-ന്റെ മാക്സിമം ഫ്രീക്വൻസി എത്ര വരും എന്ന് കാണാം. പക്ഷേ ഇറ്റ് ഈസ് ഗിവൺ ആസ് എക്സ് ഓഫ് ടി ഇൻറ്റു കോസ് ഓഫ് ഒമേഗ 0 t അല്ലേ. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഡയറക്റ്റ് പ്രോപ്പർട്ടി ആണിത്. y of t ഈക്വൽ ടു എക്സ് ഓഫ് ടി ഇൻറ്റു കോസ് ഓഫ് ഒമേഗ 0 t. അതായത് എക്സ് ഓഫ് ടീൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ കോസ് ഓഫ് ഒമേഗ 0 t എക്സ് ഓഫ് ടി ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോമിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ദിസ് ഈസ് കോൾഡ് മോഡുലേഷൻ പ്രോപ്പർട്ടി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 പ്ലസ് എക്സ് ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ 0. ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ എക്സ് ഓഫ് ടീനെ കോസ് ഓഫ് ഒമേഗ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ടീന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ എക്സ് ഓഫ് ടീനെ കോസ് ഓഫ് ഒമേഗ 0 ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേം ആയിട്ട് സ്പ്ലിറ്റ് ആവും. എന്താണ്? ഇറ്റ് ഈസ് ഹാഫ് ഓഫ് എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 പ്ലസ് എക്സ് ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ 0. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ദ എക്സ് എന്ന് പറയുന്ന സിഗ്നൽ ഇനിഷ്യലി എക്സ് ഓഫ് ഒമേഗ ആയിരുന്നു. അതിനെ ഞാൻ ഒമേഗ 0 റൈറ്റിലേക്ക് ഒമേഗ 0 ലെഫ്റ്റിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു എന്നാണ് അതിന്റെ മീനിങ്. സോ എൻ്റെ y ഓഫ് ഒമേഗ, ക്യാപിറ്റൽ y ഓഫ് ഒമേഗ എന്ന് പറയുന്ന ഈ സ്മോൾ y ഓഫ് ടീൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവും. എക്സ് ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ 0 എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 ആണ്. അതാണ് y ഓഫ് ഒമേഗ എന്ന് പറയുന്നത് അല്ലേ. സോ ഞാൻ ഒമേഗ ഫ്രീക്വൻസിയിൽ ഷിഫ്റ്റ് ചെയ്തു. സോ ഇതാണ് മൈനസ് ഒമേഗ. സോ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ വാട്ട് ഈസ് ദിസ് ഫ്രീക്വൻസി കമ്പോണന്റ്? ഒമേഗ 0 പ്ലസ് ഒമേഗ 0 ഡിവൈഡഡ് ബൈ 2.
ഈ മാക്സിമം ഫ്രീക്വൻസി കമ്പോണന്റ് ഇൻ y ഓഫ് ഒമേഗ സ്പെക്ട്രം എന്താണ്? ഇറ്റ് ഈസ് ഒമേഗ 0 പ്ലസ് 1 എന്താണ് 0.5 ഒമേഗ 0. സോ y ഓഫ് ഒമേഗ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി മാക്സിമം ഫ്രീക്വൻസി കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1.5 ഒമേഗ 0. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നൈക്വിസ്റ്റ് റേറ്റ്? നൈക്വിസ്റ്റ് റേറ്റ് ഇസ് ഗോയിങ് ടു ബി 2 ടൈംസ് 1.5 ഒമേഗ 0 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഒമേഗ 0. ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നോർമലി നമുക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എല്ലാവരെ കൊണ്ടും പറ്റും അല്ലേ? ഒരു 3 സിഗ്നൽ തന്നിട്ടുണ്ടാവും. കോസ് ഓഫ് ഒമേഗ ടി, കോസ് ഓഫ് 3 ഒമേഗ ടി, കോസ് ഓഫ് 5 ഒമേഗ ടിന്റെ സമ്മേഷൻ ആണെന്ന് പറയും. വാട്ട് ഇസ് നൈക്വിസ്റ്റ് റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ബൈ ലുക്കിംഗ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം വാട്ട് ഇസ് ദ മാക്സിമം ഫ്രീക്വൻസി കമ്പോണന്റ് എന്ന്. അതുകൂടാതെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിന്റെ സൈനിന്റെയും പ്രോഡക്റ്റ് ഒക്കെ തന്നേക്കാം. കോസ് ഓഫ് ഒമേഗ ടി ഇൻറ്റു കോസ് ഓഫ് 2 ഒമേഗ ടി എന്ന് പറയുന്നുള്ള ഒരു എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ആണെങ്കിൽ അതിന്റെ മാക്സിമം ഫ്രീക്വൻസി കമ്പോണന്റ് കിട്ടണമെങ്കിൽ ആ കോസ് എ കോസ് ബിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ടേം ആയിട്ട് കിട്ടും. അവിടെ നിന്നും ബൈ ഒബ്സർവേഷൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. തേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതായത് നൈക്വിസ്റ്റ് റേറ്റ് ഒമേഗ 0 എന്നൊക്കെ പറഞ്ഞ് ഒരു യാതൊരു വിധ ഐഡിയ ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇതിനെ എങ്ങനെ പ്രൊസീഡ് ചെയ്തു എന്ന് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് അനദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ടു ഫൈൻഡ് ദ നൈക്വിസ്റ്റ് റേറ്റ്. ഇതൊക്കെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ആൻസർ ഈസ് 3 ഒമേഗ 0. സോ ഈ ഒരു പ്രോസസ്സിനകത്ത് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് മനസ്സിലായി. ശ്രദ്ധിക്കുക, ഇത് വലിയ കാര്യമുള്ള കാര്യമല്ല. കാരണം ഇതിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. മോഡുലേഷൻ പ്രോപ്പർട്ടി ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, ആ ഒരു പോയിന്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, സോ ആൻസർ ഈസ് 3 ഒമേഗ 0. നെക്സ്റ്റ്, the switch in the circuit shown below has been closed for a very long time. ഒരു ട്രാൻസിയന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. It is open at time t is equal to 0. Determine dv by dt at 0 plus. ഒരു ട്രാൻസിയന്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ? ട്രാൻസിയന്റിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? dv by dt അല്ലേ? dv by dt at 0 plus ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യം സർക്യൂട്ടിൽ നോക്കുക എവിടെയാണ് v വരുന്നത്. ഇവിടെ നമുക്ക് കാണാം കപ്പാസിറ്ററിന്റെ അക്രോസ് ആണ് വോൾട്ടേജ് വി വരുന്നത്. സോ എനിക്ക് ഡി വി ബൈ ഡി ടി കിട്ടണമെങ്കിൽ നമുക്കറിയാം കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഇതിനെ ഞാൻ 0 പ്ലസിൽ റീഡിഫൈൻ ചെയ്താൽ മതി. കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ അറ്റ് 0 പ്ലസ് എന്ന് പറയുന്നത് സി ഇൻറ്റു ഡി വി ബൈ ഡി ടി 0 പ്ലസ്. ദാറ്റ് മീൻസ് ഡി വി ബൈ ഡി ടി അറ്റ് ടൈം ടി ഈക്വൽ ടു 0 പ്ലസ് എന്ന് പറയുന്നത് കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ അറ്റ് 0 പ്ലസ് ഡിവൈഡഡ് ബൈ സി. സോ ഇതാണ് ആക്ച്വലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ as soon as a switching operation is done. സോ ഇവിടെ നമുക്ക് സ്വിച്ച് കാണാം. സ്വിച്ച് ഇൻ ദ സർക്യൂട്ട് ഹാസ് ബീൻ ക്ലോസ്ഡ് ഫോർ എ വെരി ലോങ് ടൈം. ഒരുപാട് നേരമായിട്ട് സ്വിച്ച് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. സോ ദർ വാസ് എ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ബിഫോർ ഓപ്പറേഷൻ ഓഫ് ദ സ്വിച്ച്. സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് നേരം മുന്നേ ആ ഒരു സ്വിച്ച് എന്താണ് ക്ലോസ് ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഐ? ഐന്റെ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഈസ് 12 വോൾട്ട്. ഇൻപുട്ട് സൈഡ് നോക്കുക. ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്തായിരിക്കും? ശ്രദ്ധിക്കുക. അതായത് ഫോർ ടി ലെസർ ദാൻ 0 നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുക 12 വോൾട്ട്, അതിനുശേഷം 4 ഓംസ്. ഒരുപാട് മുന്നേ ആണ് അല്ലേ? ഡി സി ആണ്. സോ ഇൻഡക്ടർ എന്ന് പറയുന്നത് ഡെഡ് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. സോ ഞാൻ ഇൻഡക്ടർ ഷോർട്ട് ആക്കി. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു 2 ഓം വരുന്നുണ്ട്. സ്വിച്ച് ക്ലോസ്ഡ് ആണ്. റൈറ്റ് സൈഡിൽ കപ്പാസിറ്റർ ആണ്. സോ ഒരുപാട് നേരം മുന്നേ സ്വിച്ചിങ് ഓപ്പറേഷനൊക്കെ മുന്നേ കപ്പാസിറ്റർ എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. കപ്പാസിറ്റർ എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, സോ ബിഫോർ time t equal to 0, what is the current I flowing through the circuit? സർക്യൂട്ടിനകത്ത് current I already mentioned ആണ്. So current I is 12 divided by 2 plus 4 എന്ന് പറയുന്നത് എന്താണ്? 2 ആംപിയർ. 2 ആംപിയർ എന്ന് പറയുന്നതായിരുന്നു സ്വിച്ചിങ് ഓപ്പറേഷന് മുന്നേ കറണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് വാട്ട് ഇസ് ദ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ബിഫോർ എന്ന് കണ്ടുപിടിക്കാം. ഇനി നോക്കുക, ടൈം t is equal to 0 ഞാൻ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ടൈം t is equal to 0. നമുക്കറിയാം ഇൻഡക്ടറിന്റെ ഒരു പ്രോപ്പർട്ടി എന്താണ്? ഇൻഡക്ടർ ഈസ് നോട്ട് ഗോയിങ് ടു അലൗ സഡൻ ചേഞ്ചസ് ഇൻ ദ കറണ്ട്. ഇൻഡക്ടർ ഡസ് നോട്ട് അലൗ സഡൻ ചേഞ്ചസ് ഇൻ ദ കറണ്ട്. അതായത് ഇൻഡക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ കറണ്ട് അറ്റ് 0 മൈനസ് ഈക്വൽ ടു ഇൻഡക്ടർ കറണ്ട് അറ്റ് 0 പ്ലസ് ആയിരിക്കും. സോ വാട്ട് ഇസ് ദ ഇൻഡക്ടർ കറണ്ട് അറ്റ് 0 മൈനസ്? അതായത് ബിഫോർ ദ സ്വിച്ചിങ് ഇസ് ഡൺ, വാട്ട് ഇസ് ദ ഇൻഡക്ടർ കറണ്ട്? സെയിം ആസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 2 ആംപിയർ. സോ വാട്ട് ഈസ് ദ ഇൻഡക്ടർ കറണ്ട് അറ്റ് 0 പ്ലസ്? അതായത് ഞാൻ സ്വിച്ചിനെ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്ത വെരി ഇൻസ്റ്റന്റിലും ഇൻഡക്ടർ കറണ്ട് ഇസ് 2 ആംപിയർ എന്നാണ്. സോ ടി ഈസ് ഈക്വൽ ടു 0 പ്ലസിൽ ഞാൻ ഈ സർക്യൂട്ടിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് റീഡിഫൈൻ ചെയ്താൽ 12 വോൾട്ട് വരുന്നു. 12 വോൾട്ട്, 4 ഓംസ്, 0.25
കറണ്ട് ഇസ് 2 ആംപിയർ. ടി ഇസ് ഈക്വൽ ടു 0 പ്ലസിലല്ലേ, താഴേക്ക് റെസിസ്റ്റൻസ് സ്വിച്ച് ഓപ്പൺ ആയി, സോ കറണ്ട് താഴേക്ക് ഫ്ലോ ചെയ്യത്തില്ല. സോ വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കപ്പാസിറ്റർ, വിച്ച് ഈസ് നത്തിങ് ബട്ട് 2 ആംപിയർ. So what is the current flowing through the capacitor at time t equal to 0 plus? It is 2 ampere. 0 plus equal to 2 ampere. അതെടുത്ത് അങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ സി ഓഫ് 0 പ്ലസ് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. സോ ഡി വി ബൈ ഡി ടി അറ്റ് ടൈം ടി ഇസ് 0 പ്ലസ് എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ സി, വിച്ച് ഇസ് ഈക്വൽ ടു 20 വോൾട്ട് പെർ സെക്കൻഡ്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ക്വസ്റ്റിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഡി വി ബൈ ഡി ടി അറ്റ് 0 പ്ലസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം ദർ ഇസ് ഓൺലി വൺ ഇക്വേഷൻ, കറന്റ് ഫ്ലോയിങ് ത്രൂ എ കപ്പാസിറ്റർ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. വി ഡിഫൈൻഡ് ദാറ്റ് ഇക്വേഷൻ ഫോർ ടൈം ടി ഈക്വൽ ടു 0 പ്ലസ്. അപ്പോൾ 0 പ്ലസിലെ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കപ്പാസിറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടണം എന്നുള്ളതാണ് നമ്മളുടെ സെക്കൻഡ് ഡ്യൂട്ടി. അത് കിട്ടണമെങ്കിൽ ഫസ്റ്റ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലെ കറണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഈ കറണ്ട് റിലേറ്റഡ് ടേംസ് വരുമ്പോൾ യൂഷ്വലി ഇൻഡക്ടറിനെ പിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി. കാരണം ഇൻഡക്ടർ ഇസ് നോട്ട് ഗോയിങ് ടു അലോ സഡൻ ചേഞ്ചസ് ഇൻ ദ കറണ്ട്. At the same time, voltage related term, derivative of voltage അല്ല, simply voltage related terms, Vc of 0 minus Vc of 0 plus എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഉദ്ദേശം ഇവിടെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇൻഡക്ടറിനെ പിടിച്ചപ്പോൾ ഇൻഡക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ആവുന്നില്ലെങ്കിൽ ദ എൻറ്റയർ കറണ്ട് വിൽ ബി ഡൈവേർട്ടഡ് ത്രൂ ദ കപ്പാസിറ്റർ വെൻ ദ സ്വിച്ച് ഇസ് ജസ്റ്റ് ഓപ്പൺഡ്. ഓക്കെ, അതാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ഈസി ക്വസ്റ്റ്യൻ ആണ്. എ ട്രാൻസ്ഫോമർ മേ ഹാവ് എ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ ഇഫ് ദ ലോഡ് പവർ ഫാക്ടർ ഇസ്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഒരു ട്രാൻസ്ഫോമറിന് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ കാണിക്കുന്നത് എപ്പോഴാണ്? സിമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു ഗ്രാഫ് നോക്കിയാൽ മതി. വോൾട്ടേജ് റെഗുലേഷൻ വേഴ്സസ് പവർ ഫാക്ടർ. ലാഗിങ് പവർ ഫാക്ടർ ഉണ്ടാവും, ലീഡിങ് പവർ ഫാക്ടറിന് ലോഡ് വർക്ക് ചെയ്യാം അല്ലേ. സോ നമ്മളെ കർവ് എങ്ങനെയാണ്? ദിസ് ഇസ് ദ കർവ് ഫോർ വോൾട്ടേജ് റെഗുലേഷൻ. ഇതൊരു വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കർവാണ്. ഈ കർവ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കിട്ടും. എന്താണ്? വോൾട്ടേജ് റെഗുലേഷൻ ഈസ് മാക്സിമം ഫോർ ലാഗിങ് പവർ ഫാക്ടർ ലോഡ്. വോൾട്ടേജ് റെഗുലേഷൻ ക്യാൻ ബി 0 അറ്റ് ലീഡിങ് പവർ ഫാക്ടർ ലോഡ്. വോൾട്ടേജ് റെഗുലേഷൻ ഈസ് നെഗറ്റീവ് ഇൻ ലീഡിങ് പവർ ഫാക്ടർ ലോഡ്. സോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ സർക്യൂട്ട് ഈ വേവ് ഫോമിൽ നിന്ന് അനലൈസ് ചെയ്യാം അല്ലേ. സോ ട്രാൻസ്ഫോമർ ഈസ് ഹാവിങ് എ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ വെൻ ലീഡിങ് ഫോർ സം വാല്യൂ ഓഫ് പവർ ഫാക്ടർ. ഫോർ സം വാല്യൂ ഓഫ് പവർ ഫാക്ടർ അറ്റ് ലീഡിങ് വാല്യൂസിലാണ് നമുക്ക് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ കിട്ടുന്നത് അല്ലേ. നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്യുക. ഓക്കെ, നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്താലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. റിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവുന്നത് ലീഡിങ് പവർ ഫാക്ടറിലായിരിക്കും. ഓക്കെ ആണല്ലോ, ശരി. നെക്സ്റ്റ്, എ 1000 bar 400 volt power transformer has a nominal short circuit voltage VSC equal to 40%. ഒരു പവർ ട്രാൻസ്ഫോമർ തന്നിട്ടുണ്ട്. ആ പവർ ട്രാൻസ്ഫോമറിന്റെ ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 40% ആണെന്ന് പറയുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ് 40% മീൻസ് വെൻ ഓൺലി 40% ഓഫ് ദ വോൾട്ടേജ് ഈസ് മെയിൻറ്റെയിൻഡ് കീപ്പിംഗ് വൺ ഓഫ് ദ സൈഡ് ഷോർട്ട് സർക്യൂട്ടർ. ഒരു സൈഡ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ആ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത സമയത്ത് റേറ്റഡ് കറണ്ട് കടത്തി വിടണമെങ്കിൽ എനിക്ക് 40% ഓഫ് ദ വോൾട്ടേജ് മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ശ്രദ്ധിക്കുക, 40% വോൾട്ടേജ് കൊടുത്താൽ മതി എനിക്ക് റേറ്റഡ് കറണ്ട് അറ്റ് ഷോർട്ട് സർക്യൂട്ട് റൺ ചെയ്യിപ്പിക്കാൻ. അതാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്. സോ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ്? A voltage of 400 volt appears across the short circuited secondary terminal. നിർബന്ധമില്ല, സെക്കൻഡറി ടെർമിനലിനെ ഷോർട്ട് ചെയ്തു അല്ലേ. ഷോർട്ട് ചെയ്ത സമയത്ത് 400 വോൾട്ടിന്റെ റിക്വയർമെന്റ് ഇല്ല. ശരിക്കും 400 വോൾട്ട് ഷോർട്ട് ചെയ്ത സമയത്ത് സെക്കൻഡറിയിൽ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വെരി ഹെവി കറണ്ട് വിൽ ഫ്ലോ അല്ലേ. കാരണം ദാറ്റ് വോൾട്ടേജ് വിൽ സെൻഡ് എ കറണ്ട് വിച്ച് ഇസ് ലിമിറ്റഡ് ഓൺലി ബൈ ദ ഷോർട്ട് സർക്യൂട്ടഡ് ഇംപിഡൻസ് ഇൻ ദ സെക്കൻഡറി സൈഡ്. സോ അത് വളരെ ലോ ആയിരിക്കും. സോ ദാറ്റ് കറണ്ട് ക്യാൻ ബി വെരി ഹൈ. നമുക്ക് റേറ്റഡ് കറണ്ട് റൺ ചെയ്താൽ മതി അല്ലേ. സോ ആദ്യമേ തന്നെ റേറ്റഡ് കറണ്ട് റൺ ചെയ്യാൻ വേണ്ടി എത്ര വോൾട്ടേജ് വേണമെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 40%, 40/100 ഇൻറ്റു 1000 എന്ന് പറയുന്നതാണ് പ്രൈമറിയിലെ ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ്. എത്ര വരും? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 400 വോൾട്ട്. സെക്കൻഡറിയിലാണെങ്കിൽ ഇറ്റ് ഈസ് 40 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 400. ദാറ്റ് മീൻസ് എന്താണ്? 160 വോൾട്ട്. അതായത് 160 വോൾട്ട് സെക്കൻഡറി വോൾട്ടിൽ വന്നാൽ മതി. അതേ പ്രൈമറിയിൽ 1000 വോൾട്ട് കൊടുക്കാണ്ട് ഞാനൊരു 400 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ 160 വോൾട്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത സമയത്ത് റേറ്റഡ് കറണ്ട് ഫ്ലോ ചെയ്യും. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ.
ഇനി ഓപ്ഷൻ നോക്കിയാൽ മതി, അത് തന്നെയാണ് നമ്മുടെ നാളെ ഓപ്ഷനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത്. എ വോൾട്ടേജ് ഓഫ് 400 വോൾട്ട് അപ്പിയേഴ്സ് അക്രോസ് ദ ഷോർട്ട് സർക്യൂട്ട് അറ്റ് സെക്കൻഡറി ടെർമിനൽ. സെറ്റാണ്. സെക്കൻഡറി ടെർമിനലിൽ 400 വോൾട്ട് അല്ല, പ്രൈമറിയിലാണ് ആക്ച്വലി 400 വരുന്നത്. സോ ദിസ് ഇസ് റോങ്. എ വോൾട്ടേജ് ഓഫ് 16 വോൾട്ട് അപ്പിയേഴ്സ് അക്രോസ് ദ ഷോർട്ട് സർക്യൂട്ട് സെക്കൻഡറി ടെർമിനൽ. തെറ്റാണ്. സെക്കൻഡറിയിൽ 160 വോൾട്ട് ആണ് വരുന്നത്, 16 വോൾട്ട് അല്ല. കാരണം 40% ഓഫ് ദ വോൾട്ടേജ് ഇസ് റിക്വയർഡ് എന്ന് പറയുന്നുണ്ട്. സോ ബി ഈസ് ഓൾസോ റോങ്. When the secondary terminals are short circuited, the rated current at the primary side at a primary voltage of 400 volt. Correct ആണ്. സെക്കൻഡറി ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ റേറ്റഡ് കറണ്ട് ഫ്ലോസ് അറ്റ് ദ പ്രൈമറി സൈഡ് അറ്റ് എ പ്രൈമറി വോൾട്ടേജ് ഓഫ് 400 വോൾട്ട്. കറക്റ്റ് ആണ്. സെക്കൻഡറി സൈഡ് ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് ഞാൻ പ്രൈമറി സൈഡിൽ 400 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് റേറ്റഡ് കറണ്ട് ഫ്ലോ ചെയ്യും. ശ്രദ്ധിക്കുക, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി തന്നെയാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. Next question, which of the point on the torque speed curve of the induction motor, which of the point on the torque speed curve of the induction motor represents the operation of a slip greater than 1? Okay, represents the operation of slip greater than 1. ഇതാണ് നമ്മുടെ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് വർഷങ്ങളായിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഹിയർ സ്റ്റാർട്ടിങ് സമയത്ത് സ്ലിപ്പ് ഈസ് ഗോയിങ് ടു ബി 1, സീറോ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പ് ഈസ് ഗോയിങ് ടു ബി 0. നമ്മുടെ ക്വസ്റ്റ്യൻ സ്ലിപ്പ് ഗ്രേറ്റർ ദാൻ 1 എവിടെയായിരിക്കും എന്നുള്ളതാണ്. സ്ലിപ്പ് ഗ്രേറ്റർ ദാൻ 1. സ്ലിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് NS മൈനസ് സ്പീഡ് ഓഫ് ദ റോട്ടർ ഡിവൈഡഡ് ബൈ NS ആണ്. സോ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ഏത് കേസിലായിരിക്കും? W എന്ന് പറയുന്ന കേസിലായിരിക്കും. ഇവിടെ സ്ലിപ്പിന്റെ ഒരു പാറ്റേൺ നോക്കിയാലും മതി. 0ൽ നിന്നും ഈ സ്ലിപ്പ് റൈസ് ചെയ്ത് സ്ലിപ്പ് S = 1 എത്തി. ഇതിനപ്പുറത്തേക്ക് സ്ലിപ്പ് S is greater than 1. സ്ലിപ്പിന്റെ എസിന്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വാല്യൂ ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, സോ നമ്മുടെ ഈ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിനകത്ത് ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ബ്രേക്കിംഗ് റീജിയൻ ആണ്. ഈ W ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന റീജിയൻ എന്ന് പറയുന്ന ബ്രേക്കിങ്ങും അതിനുശേഷം ഈ വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നാൽ മോട്ടറിംഗ് ആണ്. ദിസ് ഇസ് എ മോട്ടറിംഗ് റീജിയൻ. അതിനുശേഷം താഴെ വരുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി ജനറേറ്റിംഗ് റീജിയൻ. ഓക്കെ, ഫോർ സ്ലിപ്പ് S നെഗറ്റീവ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻ ദ ജനറേറ്റിംഗ് റീജിയൻ. സ്ലിപ്പ് S നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്പീഡ് ഓഫ് ദ റോട്ടർ ഇസ് ഗ്രേറ്റർ ദാൻ സിങ്കണസ് സ്പീഡ്. അതായത് റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതേ ഡയറക്ഷനിൽ സ്പീഡ് ഓഫ് ദ റോട്ടർ ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ദ സിങ്കണസ്ലി റിവോൾവിംഗ് ഫീൽഡ് എന്ത് സംഭവിക്കുന്നു? സ്ലിപ്പ് വിൽ ബി നെഗറ്റീവ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഹയർ സ്പീഡിൽ നിന്ന് ലോവർ സ്പീഡിലേക്കാണ് ആക്ച്വലി എന്താണ് ഇപ്പോൾ എന്താണോ ഹൈ സ്പീഡിൽ കറങ്ങുന്നത് അവിടെ നിന്ന് പവർ എക്സ്ട്രാക്ട് ചെയ്ത് ലോവർ സ്പീഡിലേക്ക് കറങ്ങുന്ന ഡയറക്ഷനിലേക്കാണ് പവർ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ശരി, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ആൻസർ ഇസ് ബ്രേക്കിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. W ബ്രേക്കിംഗ്. X എന്ന് പറയുന്ന മോട്ടറിംഗ് ആണ്. Y ആണ് കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് മോട്ടറിംഗ് എന്ന് പറയുന്നത്. ഈ Y ഇരിക്കുന്ന റീജിയൻ ആണ് സ്റ്റേബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഈ X ഇരിക്കുന്ന റീജിയൻ അൺസ്റ്റേബിൾ റീജിയൻ ആണ്. രണ്ട് മോട്ടറിംഗ് തന്നെയാണ്, പക്ഷേ എങ്കിൽ പോലും Y is actually the മോട്ടറിംഗ്. Z എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ജനറേഷൻ. Z എന്ന് പറയുന്നത് ജനറേറ്റിംഗ് മോഡിൽ ഇരിക്കുന്ന ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഇഫ് ദ ലോഡ് ഓൺ ആൻ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ്. ശ്രദ്ധിക്കുക, ലോഡ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ്. നോ ലോഡിലും നിന്ന് ഫുൾ ലോഡിലേക്ക് ലോഡ് ഞാൻ റേസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ സ്ലിപ്പ് ആൻഡ് പവർ ഫാക്ടർ വിൽ ബി റെസ്പെക്റ്റീവ്ലി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്ലിപ്പിനും പവർ ഫാക്ടറിനും എന്ത് സംഭവിക്കും എന്ന്. നോ ലോഡ് നിന്ന് ഫുൾ ലോഡിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ. നോ ലോഡ് സമയത്ത് ഇൻഡക്ഷൻ മെഷീൻ്റെ ഒരു പ്രവർത്തന രീതി നിങ്ങൾക്ക് അറിയാം. ലോഡ് ഇല്ലാത്ത സമയത്ത് അത്യാവശ്യം നല്ല സ്പീഡിൽ കറങ്ങും ഇൻഡക്ഷൻ മെഷീൻ. ജസ്റ്റ് ബിലോ സിങ്കണസ് സ്പീഡിലായിരിക്കും ഇൻഡക്ഷൻ മെഷീൻ നോ ലോഡ് സമയത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ലോഡിനെ മീറ്റ് ചെയ്യുന്നത്? ഇൻഡക്ഷൻ മോട്ടർ സ്പീഡ് കുറയും. ദ സ്പീഡ് വിൽ ബി റെഡ്യൂസ്ഡ് അല്ലേ. സ്പീഡ് പതുക്കെ റെഡ്യൂസ് ചെയ്യും വെൻ ഇറ്റ് ഈസ് ലോഡഡ്. വെൻ സ്പീഡ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്, സ്ലിപ്പ് എന്ന് പറയുന്ന S = NS മൈനസ് NR ഡിവൈഡഡ് ബൈ NR. ഇതിനകത്ത് സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പ് വിൽ ബി ഇൻക്രീസിങ്. സോ നമുക്ക് പ്രാക്ടിക്കലി ആലോചിച്ചാൽ മതി ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് എങ്ങനെയാണ്. നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ സ്പീഡ് കുറയും. സ്പീഡ് കുറയും മീൻസ് ദാറ്റ് മീൻസ് സിങ്കണസ്ലി റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം റോട്ടറിന്റെ സ്പീഡ് കുറഞ്ഞു. ദാറ്റ് മീൻസ് ദ സ്ലിപ്പ് ബിറ്റ്വീൻ ദ ടു സ്പീഡ് എന്ന് പറയുന്നത് റൈസ് ചെയ്തു. സോ ദ സ്ലിപ്പ് ഈസ് ആക്ച്വലി ഇൻക്രീസിങ്.
നെക്സ്റ്റ് പവർ ഫാക്ടർ ഒന്ന് ആലോചിച്ച് നോക്കുക. നോ ലോഡ് സമയത്ത്, നോ ലോഡ് മീൻസ് ദാറ്റ് മീൻസ് ദർ ഇസ് നോ ആക്റ്റീവ് പവർ, ഒരു ആക്റ്റീവ് പവർ വരുന്നില്ല. ദി എൻറ്റയർ പവർ ദാറ്റ് ഇസ് ഡ്രോൺ ബൈ ദ മെഷീൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി റിയാക്റ്റീവ് പവർ കറസ്പോണ്ടിങ് ടു മാഗ്നറ്റൈസേഷൻ ഓഫ് ദ എന്താണ് എയർ ഗ്യാപ്പ് മാഗ്നറ്റൈസേഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള റിയാക്റ്റീവ് പവർ മാത്രമേ ലോഡ് ചെയ്യും എടുക്കുന്നുള്ളൂ. സോ ആ സമയത്ത് നമുക്ക് പവർ ഫാക്ടർ പുവർ ആയിരിക്കും, അത്യാവശ്യം പവർ ഫാക്ടർ പുവർ ആയിരിക്കും, ഡൗൺ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഞാൻ ഇനി എന്ത് ചെയ്യുന്നു, മെഷീനെ ലോഡ് ചെയ്യുന്നു. സോ ഇനിഷ്യലി ക്യൂ മാത്രമേ ഉണ്ടായിരുന്നു, പി വെരി ലോ ആണ്. പി വെരി ലോ അല്ല, നോ ലോഡ് സമയത്ത് പി 0, ഇനിഷ്യലി ക്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഞാനെൻ്റെ മെഷീനെ ഇനി ലോഡ് ചെയ്യാണ്. മെഷീനെ ഞാൻ ഇനി ലോഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പിന്റെ പ്രസൻസ് വരും. ക്യൂ അവിടെ തന്നെ ഉണ്ട്, ക്യൂവിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ആക്റ്റീവ് പവറിന്റെ പ്രസൻസ് വരും. അപ്പോൾ എന്താണ്, ഞാൻ നോ ലോഡിൽ നിന്ന് ഫുൾ ലോഡിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ, നോ ലോഡിൽ നിന്നും ഫുൾ ലോഡിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, മെഷീൻ എന്ത് ചെയ്യുന്നു, മെഷീൻ ആക്റ്റീവ് പവർ കൂടുതൽ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നു. അറ്റ് ദ സെയിം ടൈം എന്താണ് സംഭവിക്കുന്നത്, പി കൂടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ പവർ ഫാക്ടർ വിൽ ഇൻക്രീസ്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഇൻക്രീസ് ആണ്. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ ഡി. കാരണം ആക്റ്റീവ് പവർ ഡെലിവറി കൂടുകയാണ്, ക്യൂ അങ്ങനെ തന്നെ നിൽക്കും. ആക്റ്റീവ് പവർ ഡെലിവറി കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ടോട്ടൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, പിന്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ ഡെഫിനറ്റ്ലി ദ പവർ ഫാക്ടർ വിൽ ഇംപ്രൂവ്. ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് ആക്ച്വലി സ്റ്റേബിൾ റീജിയൻ മാത്രം കൺസിഡർ ചെയ്യുക. സ്റ്റാർട്ടിംഗ് സമയത്ത് നിന്ന് ഫുൾ ലോഡിലേക്ക് പോകുമ്പോൾ ഉള്ള കണ്ടീഷൻ അല്ല, നോ ലോഡ് സമയത്ത് നിന്ന് ഫുൾ ലോഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരരുത്. ഇതാണ് ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതാണ് സ്റ്റാർട്ടിംഗ്, ഇതാണ് ഫുൾ ലോഡ്. ഓക്കെ, സോറി, ഇവിടെയാണ് ഫുൾ ലോഡ്, ഇതാണ് ആക്ച്വലി നോ ലോഡ്. നോ ലോഡ് ഫുൾ ലോഡ് എന്നൊക്കെ പറയുന്നത് സ്റ്റേബിൾ റീജിയനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നോ ലോഡ് ഫുൾ ലോഡ് എന്നൊക്കെ പറയുന്നത് സ്റ്റേബിൾ റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ്, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഇൻക്രീസസ് ആൻഡ് ഇൻക്രീസസ്. ഓക്കെ, ശരി. Next, the power factor of a synchronous motor operating at lagging power factor. ഒരു സിൻക്രണസ് മോട്ടറാണ്. സോ ഈ എക്സൈറ്റേഷൻ കർവ് ഓഫ് സിൻക്രണസ് മോട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിന്ന്. നോർമലി അതിനകത്ത് എക്സൈറ്റേഷൻ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എക്സൈറ്റേഷൻ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പവർ കൂട്ടിയാൽ പവർ കുറച്ചാൽ, ഇതെല്ലാം തന്നെ നമുക്ക് ആ ഒരു എക്സൈറ്റേഷൻ ഡയഗ്രാമിൽ നിന്നും പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ, ദ പവർ ഫാക്ടർ ഓഫ് എ സിൻക്രണസ് മോട്ടോർ. സിൻക്രണസ് മോട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്ന് ജസ്റ്റ് ഒന്ന് മോഡൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ സിൻക്രണസ് മോട്ടറിൻ്റെ അവസ്ഥ അല്ലേ. ഇവിടെ ഇൻഫിനിറ്റ് ബസ് അല്ലെങ്കിൽ ബസ് ഉണ്ടാവും, EF ആംഗിൾ -δ ആയിരിക്കും. കറണ്ട് എന്ന് പറഞ്ഞാൽ അകത്തേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്ന കറണ്ടായി. ഇവിടെ JX ഉണ്ട്. സോ EF ആംഗിൾ -δ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി V - J × I × XS. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്കിതിനെ ഫേസർ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. ഇതാണ് V. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് അറ്റ് ലാഗിംഗ് പവർ ഫാക്ടർ. സോ ഈ സമയത്ത് ശ്രദ്ധിക്കുക, ലെറ്റ് ദിസ് ബി -j IA × XS. ആ സമയത്തുള്ള E ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു, ലെറ്റ് ദിസ് ബി EF. ഇതാണ് ഫീൽഡ് എക്സൈറ്റേഷൻ അറ്റ് ആൻ ആംഗിൾ ഡെൽറ്റ ലാഗ് ചെയ്യുന്നുണ്ട്. വിയും ഐയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ φ ആണ്. സോ ഇതൊരു കേസായിട്ട് വിചാരിക്കുക, ഇവിടെ പവർ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ഒരു നോർമൽ എക്സൈറ്റേഷൻ ഡയഗ്രാം ഓഫ് എ സിൻക്രണസ് മോട്ടോർ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് അറ്റ് ലാഗിംഗ് പവർ ഫാക്ടർ ആണെന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓപ്ഷൻ ശ്രദ്ധിക്കുക, പവർ ഫാക്ടറിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ടു പവർ ഫാക്ടർ? ഇംപ്രൂവ്സ് വിത്ത് ഇൻക്രീസ് ഇൻ ദ എക്സൈറ്റേഷൻ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ എക്സൈറ്റേഷൻ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. സോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിനകത്ത് നമുക്ക് ആക്ച്വലി പവർ കോൺസ്റ്റന്റ് പവർ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള കണ്ടീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നോക്കാം, നമുക്ക് ഇനി എക്സൈറ്റേഷൻ കൂട്ടി എന്ത് സംഭവിക്കുന്നു, പവർ ഫാക്ടറിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആദ്യമേ തന്നെ നമ്മൾ വരച്ച എക്സൈറ്റേഷൻ ഡയഗ്രാം നോക്കുക. വോൾട്ടേജ്, കറണ്ട് ലാഗിങ് ആണ്, ലാഗിങ് ബൈ ആൻ ആംഗിൾ φ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഈ സ്ലോലി ഞാൻ എക്സൈറ്റേഷൻ ഒന്ന് കൂട്ടി നോക്കാം, പവർ ഫാക്ടറിന് എന്ത് സംഭവിക്കും നോക്കാം. വെൻ ഐ ഇൻക്രീസ് ദ എക്സൈറ്റേഷൻ, അതായത് EFനെ ഞാൻ ഇനി റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം, എക്സൈറ്റേഷൻ കൂട്ടുകയാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സൈറ്റേഷൻ കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. സോ ഐ ഹാവ് ഇൻക്രീസ്ഡ് മൈ എക്സൈറ്റേഷൻ. ഞാൻ EF ഡാഷ് എടുത്തു. അങ്ങനെയാണെങ്കിൽ EF ഡാഷ് പ്ലസ് J × IA XS ആണ് അല്ലേ നമ്മുടെ V എന്ന് പറയുന്നത്. സോ എൻ്റെ -j IA × XS എന്ന് പറയുന്നത് കുറച്ചും കൂടെ റൈറ്റ് സൈഡിലേക്ക് വന്നു. ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഡെഫിനറ്റ്ലി IA ഫ്ലോ ചെയ്യുന്നത് അല്ലേ. സോ ദിസ് ഈസ് മൈ IA മുകളിലേക്ക് ഫ്ലോ ചെയ്തു. IA മുകളിലേക്ക് ഫ്ലോ ചെയ്തപ്പോൾ എനിക്ക് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി റെഡ്യൂസ്ഡ്. ശ്രദ്ധിക്കുക, ഞാൻ എക്സൈറ്റേഷൻ കൂട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത്, ആക്ച്വലി
എപ്പോഴും വി ടെർമിനൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. എക്സൈറ്റേഷൻ ഞാൻ റൈസ് ചെയ്തപ്പോൾ എൻ്റെ ഈ മൊത്തത്തിലുള്ള ഈ ഒരു ഫേസർ ഡയഗ്രാം സ്ലോലി അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എക്സൈറ്റേഷനെ റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ മാത്രമേ എക്സൈറ്റേഷൻ ഇൻക്രീസ് ആവത്തുള്ളൂ. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സൈറ്റേഷൻ കുറയത്തേ ഉള്ളൂ. സോ ഞാൻ റൈറ്റിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് നോക്കി എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. റൈറ്റിലേക്ക് മൂവ് ചെയ്തപ്പോൾ എൻ്റെ ജെ ഇൻറ്റു ഐ എ എക്സസ് കറസ്പോണ്ടിംഗ്ലി മോഡിഫൈ ആയി. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഐ എ വരുന്നത്. സോ ഐ എ കുറച്ചും കൂടെ മുകളിലേക്ക് കയറി. ദാറ്റ് മീൻസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് റെഡ്യൂസ് ചെയ്തു. ദാറ്റ് മീൻസ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്തു അപ്പോൺ ഇൻക്രീസ് ഇൻ ദ എക്സൈറ്റേഷൻ. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ പവർ ഫാക്ടർ ആക്ച്വലി ഇംപ്രൂവ് ചെയ്തു. നമുക്ക് മനസ്സിലായി. ശരി, ഓപ്ഷൻ എ നോക്കാം. ഇംപ്രൂവ്സ് വിത്ത് ഇൻക്രീസ് ഇൻ ദ എക്സൈറ്റേഷൻ. കറക്റ്റ് ആണ്. ആൻഡ് മേ ഈവൻ ബിക്കം ലീഡിങ് അറ്റ് ഹൈ എക്സൈറ്റേഷൻ. ശരിയാണ്. അറ്റ് വെരി ഹൈ എക്സൈറ്റേഷൻ ശ്രദ്ധിക്കുക എന്ത് സംഭവിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു ജെ ഇൻറ്റു ഐ എ എക്സസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മളുടെ ആർമേച്ചർ കറണ്ട് വരുന്നത് അല്ലേ. അറ്റ് വെരി ഹൈ എക്സൈറ്റേഷനും കൂടെ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്ത് കളയാം. എക്സൈറ്റേഷൻ കർവ് ഞാൻ റൈസ് ചെയ്ത് അപ്പുറത്തെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരുന്നത് ഇ എഫ്. ഒരുപാട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജെ ഇൻറ്റു ഐ എ എക്സസ് കർവ് ഇതാണ്. ദിസ് ഇസ് മൈ ജെ ഇൻറ്റു ഐ എ എക്സസ് കർവ്, ജെ ഇൻറ്റു ഐ എ എക്സസ്. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആർമേച്ചർ കറണ്ട് വരണം മീൻസ് ദിസ് ഇസ് മൈ ആർമേച്ചർ കറണ്ട്. സോ ഇപ്പോൾ എന്ത് സംഭവിച്ചു, എൻ്റെ എക്സൈറ്റേഷൻ ഞാൻ കോൺസ്റ്റന്റ് പവറിൽ ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പവർ ഫാക്ടർ ആക്ച്വലി ഇംപ്രൂവ് ചെയ്ത് വെൻ 5 ഈക്വൽ ടു 0, അതിനെയാണ് നോർമൽ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷനിൽ 5 ഈക്വൽ ടു എന്താണ് 0 ആയിരിക്കും അല്ലേ. അറ്റ് നോർമൽ എക്സൈറ്റേഷൻ എന്താണ് ആർമേച്ചർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഫേസ് ചെയ്ത് വോൾട്ടേജ് ആയിരിക്കും. ഞാൻ എക്സൈറ്റേഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വെൻ ഇറ്റ് ഈസ് ഓവർ എക്സൈറ്റഡ് കറണ്ട് എന്താണ് ലീഡിംഗിലേക്ക് പോകും. വെൻ ദ സിങ്കണസ് മോട്ടർ ഇസ് ഓവർ എക്സൈറ്റഡ് ദ കറണ്ട് ഇസ് ആക്ച്വലി ബിക്കമിങ് ലീഡിംഗ്. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് വായിച്ചു നോക്കുക. ഇനി ഓപ്ഷൻ എക്ക് അത് പറയുന്നത് ഇംപ്രൂവ്സ് വിത്ത് ഇൻക്രീസ് ഇൻ ദ എക്സൈറ്റേഷൻ ആൻഡ് മേ ഈവൻ ബിക്കം ലീഡിംഗ് അറ്റ് ഹയർ എക്സൈറ്റേഷൻ. കറക്റ്റ് ആണ്. ആൻഡ് മേ ഈവൻ ബിക്കം ലീഡിംഗ് അറ്റ് ഹയർ എക്സൈറ്റേഷൻ. കറക്റ്റ് ആണ് അല്ലേ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ഓപ്ഷൻ ബി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ എക്സൈറ്റേഷൻ. തെറ്റാണ്. എക്സൈറ്റേഷൻ കൂടുമ്പം ആംഗിൾ ഫൈ വിച്ച് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ഈ ഫൈ. ഞാൻ എക്സൈറ്റേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഫൈ കുറയും, പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യും. സോ ബി തെറ്റാണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സൈറ്റേഷൻ. അത് തെറ്റാണ്. എക്സൈറ്റേഷൻ മാറുന്നതനുസരിച്ച് എൻ്റെ പവർ ഫാക്ടർ ആംഗിൾ മോഡിഫൈ ആവുന്നതുകൊണ്ട് എൻ്റെ പവർ ഫാക്ടറും കറസ്പോണ്ടിംഗ്ലി മോഡിഫൈ ആവുന്നുണ്ട്. ഓപ്ഷൻ ഡി ഇൻക്രീസസ് വിത്ത് ലോഡിംഗ് ഫോർ ഗിവൺ എക്സൈറ്റേഷൻ. തെറ്റാണ്. അതായത് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോട്ടർ ലൈനാണ്. ഞാനിത് താഴേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫോർ എ ഗിവൺ എക്സൈറ്റേഷൻ ഞാനിത് താഴേക്ക് കൊണ്ടുവരുമ്പം ഇ എഫ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ഈ ഇ എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണമെങ്കിൽ ദ ലെങ്ത് ഓഫ് ദ ഇ എഫ് വെക്ടർ ഷുഡ് ബി എ കോൺസ്റ്റന്റ്. ഞാൻ ഈ ഡോട്ടഡ് യെല്ലോ ലൈൻ താഴേക്ക് കൊണ്ടുവരുന്നതാണ് ആക്ച്വലി ഇൻക്രീസ് ഇൻ ലോഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഐ എൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ കൂട്ടുന്നു എന്നുള്ളതാണ്. സോ അതിങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇ എഫിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പവർ ഫാക്ടർ വിൽ റെഡ്യൂസ്. കാരണം ഈ ഇ എഫ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. സോ ഐ എ വീണ്ടും താഴേക്ക് ഇറങ്ങും. ഫൈ എന്ന് പറയുന്ന ആംഗിൾ വീണ്ടും ഇൻക്രീസ് ആവും. പവർ ഫാക്ടർ വിൽ അഗൈൻ ഡിക്രീസ്. സോ ഇതാണ് എൻ്റെ കൺസെപ്റ്റ് ഓഫ് എന്താണ് എക്സൈറ്റേഷൻ കർവ്. ഈ എക്സൈറ്റേഷൻ കർവ് പെട്ടെന്ന് വരയ്ക്കാൻ സാധിക്കും. വളരെ കുറച്ച് കാര്യങ്ങളെ വരുന്നുള്ളൂ. മോട്ടോറിനൊരു ടൈപ്പ്, ജനറേറ്ററിനൊരു ടൈപ്പ്. ജനറേറ്ററിന് വി പ്ലസ് ജെ ഇൻറ്റു ഐ എക്സ് എന്ന് വരും. സോ ജനറേറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം മുകളിലേക്ക് ഫ്ലോ ചെയ്യും. ഈ ലൈൻ്റെ മുകളിലേക്ക് മൊത്തം കാര്യങ്ങൾ വരും. മോട്ടറിന് മൊത്തം താഴേക്കാണ് വരയ്ക്കേണ്ടത്. ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. In an 8085 microprocessor, the contents of the accumulator after the following instructions are executed will become. What is the contents of accumulator എന്നാണ് question. What is the content of accumulator? 3 സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ അല്ലേ. XRA means XORing operation of A. A number is XOR with itself. 0 XOR with 0 എന്ന് പറയുന്നത് 0. 1 XOR with 1 എന്ന് പറയുന്നത് 0. So when A accumulator is XORed with A, the accumulator is now storing 0 0. നെക്സ്റ്റ് MVI B, F0. അതായത് ബി എന്ന് പറയുന്ന ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് ആണ് അല്ലേ. ബി എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് F0 ഞാൻ കൊണ്ട് കയറ്റി. സബ് ബി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അക്യൂമുലേറ്ററിനകത്ത് A-B സ്റ്റോർ ചെയ്യും. സോ നമ്മുടെ ഡ്യൂട്ടി എന്താണ്, ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് A-B എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. എയ്ക്കകത്ത് എന്താണ് 0 0 അല്ലേ. A-B മൈക്രോ പ്രോസസർ ആണ്. മൈക്രോ പ്രോസസർ സബ്ട്രാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ ടേക്കിംഗ് ദ 2's കോംപ്ലിമെന്റ് ആൻഡ് ആഡിങ്. അതായത് A-Bനെ എനിക്ക് A plus minus B, that means 2's complement of the B should be taken and added with A to get the final answer, find the content in the accumulator.
ഫൈനൽ ആൻസർ അല്ല, നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്യൂമുലേറ്ററിനകത്ത് ഫൈനലി സ്റ്റോർ ചെയ്തിരിക്കുന്ന റിസൾട്ട് എന്തായിരിക്കും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ബിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കുക. ബി എന്താണ്? F0. ഇതാണ് നമ്മളെ ബി എന്ന് പറഞ്ഞാൽ. ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ 0 0 0 0 1 1 1 1 പ്ലസ് 1 ആണ് ടൂസ് കോംപ്ലിമെന്റ് അല്ലേ. സോ ഇറ്റ് ഈസ് 0 0 0 0 0 0 0 1 എന്ന് വരും. ദിസ് ഈസ് ബീസ് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് അല്ലേ. ഇതാണ് ബിന്റെ രണ്ടാമത്തെ കോംപ്ലിമെന്റ്. എന്താണ്? 10H. സോ ബി എന്ന് പറയുന്നത് F0 ആണ്. ബിന്റെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഇസ് 10H. സോ അൾട്ടിമേറ്റ്ലി എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? എ പ്ലസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ എന്താണ്? 0 0 മൈനസ് ബി എന്താണ്? 1 0. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈ ആൻസർ ഇസ് ഗോയിങ് ടു ബി 1 0. ഇത് കറക്റ്റ് ആൻസർ ഒന്നുമല്ല. ഇതാണ് ആക്ച്വലി അക്യൂമുലേറ്ററിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആൻസർ. ഓക്കെ, നമുക്ക് ആക്ച്വൽ ആൻസർ ഒക്കെ റിട്രീവ് ചെയ്യാൻ അതിൻ്റെതായ മെത്തേഡുണ്ട്. ഇത് തന്നിട്ടുള്ള 1 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫ്ലാഗ് ഒബ്സർവ് ചെയ്യുക. ഫ്ലാഗ് ഒബ്സർവ് ചെയ്തിട്ട് നെഗറ്റീവ് ആണോ നോക്കാൻ നമ്പർ. നെഗറ്റീവ് ആണെങ്കിൽ കിട്ടിയ ആൻസറിന്റെ ടൂസ് കോംപ്ലിമെന്റ് ഒന്നും കൂടെ എടുത്ത് നെഗറ്റീവ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ അക്യൂമുലേറ്ററിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദി ഔട്ട്പുട്ട് ഓഫ് എ ലോജിക് ഗേറ്റ് ഈസ് 1 വെൻ ഓൾ ദ ഇൻപുട്ട് ആർ അറ്റ് എ ലോജിക് 0. അങ്ങനെയാണെങ്കിൽ ഗേറ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ദ ഔട്ട്പുട്ട് ഓഫ് എ ലോജിക് ഗേറ്റ് ഈസ് 1. ഞാനൊരു 2 ഇൻപുട്ട് ലോജിക് ഗേറ്റ് എടുക്കാം. എക്സും വൈ ആണ് 2 ഇൻപുട്ട്. ഇസഡ് ആണ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഓഫ് എ ലോജിക് ഗേറ്റ് ഈസ് 1 വെൻ ഓൾ ദ ഇൻപുട്ട്സ് ആർ 0. 0 0 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1. ബാക്കി 1 0 0 1 1 1 ഇതിനെല്ലാത്തിനും ഔട്ട്പുട്ട് ഈസ് ഗോയിങ് ടു ബി 0. സോ ഇതെന്താണ്? ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നോർ ഗേറ്റ്. ആൻസർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും തന്നെ ആൻസർ ചെയ്യണമായിരുന്നു. ഇതെന്താണ്? ഇതെന്ത് ട്രൂത്ത് ടേബിൾ ആണ്? ഈ ട്രൂത്ത് ടേബിളിന്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ദിസ് ഇസ് എ നോർ ഗേറ്റ്. സോ നോർ ഗേറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ നമുക്ക് ഓപ്ഷനകത്ത് വരുന്നത് എന്താണ്? എക്സോർ ആണോ അതോ എക്സ് നോർ ആണോ എന്നാണ്. എക്സ് നോറിന്റെ പ്രത്യേകത എന്താണ്? വെൻ ഇൻപുട്ട് ഇസ് സെയിം ഔട്ട്പുട്ട് ഈസ് ഹൈ. വെൻ ഇൻപുട്ട് ഇസ് സെയിം ഔട്ട്പുട്ട് ഈസ് ഹൈ. സോ 0 0 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി 1. 1 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി 1. 0 1 1 0 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇസ് ഗോയിങ് ടു ബി 0. സോ ഇതെന്താണ്? ദിസ് ഈസ് എക്സ് നോർ. സോ ഇറ്റ് ക്യാൻ ഐദർ ബി എ നോർ ഗേറ്റ് ഓർ ഇറ്റ് ക്യാൻ ബി ആൻ എക്സ് നോർ ഗേറ്റ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇറ്റ് ഈസ് ഐദർ എ നോർ ഗേറ്റ് ഓർ ഇറ്റ് ഈസ് ആൻ എക്സ് നോർ ഗേറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. ഫോർ ആൻ ഒപ്പാം ഹാവിംഗ് എ സ്ലൂ റേറ്റ്, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ സ്ലൂ റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലൂ റേറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, CMRR ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഈ ഒരു ക്വസ്റ്റിനകത്ത് ഒപ്പാമിന്റെ സ്ലൂ റേറ്റ് തന്നിട്ടുണ്ട്. സ്ലൂ റേറ്റ് ഇസ് ഗിവൺ as 2 volt per microsecond. സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ദ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഇനി ഈ ക്വസ്റ്റിനകത്ത് ഇൻപുട്ട് സിഗ്നലിന്റെ വേരിയേഷൻ ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് വേരിയിങ് ബൈ 0.5 volt in 10 microsecond. സോ DV ഇൻപുട്ട് ഡിവൈഡഡ് ബൈ DT എന്ന് പറയുന്നത് ആക്ച്വലി 0.5 ഡിവൈഡഡ് ബൈ 10 into മൈക്രോ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ഞാൻ സ്ലൂ റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാം. ഐ മോഡിഫൈ ഇറ്റ് as dV0 by dVi into dVi divided by dt max. dV0 divided by di എന്താണത്? ഗെയിൻ അല്ലേ. ക്വസ്റ്റ്യൻ എന്താണ്? ദ മാക്സിമം ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നതാണ് ഗെയിൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി ദ മാക്സിമം ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ. അതിൽ പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ല. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻപുട്ട് എന്താണ്? നമുക്ക് ഓൾറെഡി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 0.5 ഡിവൈഡഡ് ബൈ 10 microsecond ഈസ് ഈക്വൽ ടു സ്ലൂ റേറ്റ്. സ്ലൂ റേറ്റ് എന്താണ്? 2 volt per microsecond. സോ ഇനി സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. മാക്സിമം വാല്യൂ ഓഫ് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 0.5 വിച്ച് ഇസ് ഈക്വൽ ടു 40. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സ്ലൂ റേറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, CMRR ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ എക്സാമിനേഷനകത്ത് എക്സ്പെക്ട് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. സ്ലൂ റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയാലും CMRR ആണെങ്കിലും. സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് സപ്പോർട്ടാണ്. അതായത് എനിക്ക് തോന്നിയ പോലെ ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ വേരി ചെയ്യാൻ സാധിക്കത്തില്ല. ഞാനൊരു സൈനസോഡൽ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ദ ഒപ്പാം മേ ഗീവ് എ സൈനസോഡൽ ഔട്ട്പുട്ട്. അതേ സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഞാൻ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ദ ഒപ്പാം വിൽ റെസ്പോണ്ട് ഓൺലി അപ് ടു എ പർട്ടിക്കുലർ ഫ്രീക്വൻസി. അതിനെയാണ് ബാൻഡ് വിഡ്ത്ത് ഓഫ് എ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ആ ബാൻഡ് വിഡ്ത്തും സ്ലൂ റേറ്റ് എല്ലാം ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞു ഫ്രീക്വൻസി ഒരു മാക്സിമം ഒരു പോയിന്റ് വരെ വേരി ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദർ ഇസ് എ ലിമിറ്റ് ഫോർ എ മാക്സിമം ഫ്രീക്വൻസി.
So that is also a property of an op amp. എന്താണ്? There is a frequency limitation for input signal that can be applied. അതായത് there is a frequency limitation for the input signal which can be faithfully amplified by an operational amplifier. അതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഇസ് ഓപ്ഷൻ ബി 40. നെക്സ്റ്റ് 3 ഐഡന്റിക്കൽ ആംപ്ലിഫയേഴ്സ് ഈച്ച് ഇസ് ഹാവിംഗ് എ വോൾട്ടേജ് ഗെയിൻ 50 കാസ്കേഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ കമ്പൈൻഡ് ആംപ്ലിഫയർ? ഈസി ക്വസ്റ്റൻ അല്ലേ? 3 ആംപ്ലിഫയർ തന്നിട്ടുണ്ട്. 3 ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ ഇറ്റ് ഈസ് മെൻഷൻ. എന്താണ്? 50, 50 ആൻഡ് 50. വാട്ട് ഈസ് ദ കമ്പൈൻഡ് വോൾട്ടേജ് ഗെയിൻ? കമ്പൈൻഡ് വോൾട്ടേജ് ഗെയിൻ നമുക്കറിയാം. എന്താണ്? ഇറ്റ് ഈസ് 50 × 50 × 50. കാസ്കേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലാത്ത കേസും ഉണ്ട്, ഇന്ററാക്റ്റീവ് കാസ്കേഡിങ്, നോൺ ഇന്ററാക്റ്റീവ് കാസ്കേഡിങ്ങും ഒക്കെ. നമുക്ക് നമ്മുടെ സ്കോപ്പിനകത്ത് അത് വരുന്നില്ല എന്നുള്ളതാണ്. നോർമലി നമുക്ക് കാസ്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ന്റെ ഗെയിൻ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ ഈസ് ഇൻ ഡെസിബൽ. ഡെസിബലിൽ കൊണ്ടുവരാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ 20 ലോഗ് എടുക്കുക, ഗെറ്റ് ദ ആൻസർ ഇൻ ഡെസിബൽ. ദാറ്റ് മീൻസ് 20 ലോഗ് 50 3 ടൈംസ് അല്ലേ, 50 ക്യൂബ്. ദാറ്റ് മീൻസ് 20 × 3 എന്ന് പറയുന്നത് 60 ലോഗ് 50. ദാറ്റ് മീൻസ് 60 ലോഗ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 100/2. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലോഗ് എ മൈനസ് ലോഗ് ബി. 60 ലോഗ് 100 മൈനസ് 60 ലോഗ് 2. 60 ലോഗ് 100. ലോഗ് 100 എന്ന് പറയുന്നത് 10 സ്ക്വയർ ആണ്. ആ 2നെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 120 × ലോഗ് 10. ലോഗ് 10 ഈസ് 1 മൈനസ് 60 × ലോഗ് 2. എക്സാമിനേഷനകത്ത് പോകുമ്പോൾ ലോഗ് 2ൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. ലോഗ് 2 ഈസ് ഈക്വൽ ടു 0.3010. അതെടുത്ത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 60 × 0.3010 എന്ന് പറയുമ്പോൾ എന്താണ്? 6 × 3 18 സംതിങ് വരും. 120 മൈനസ് 18 പോയിന്റ് സംതിങ് വരും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അറൌണ്ട് 102 ഡെസിബൽ. ഓക്കെ, സോ 120 മൈനസ് 60 × ലോഗ് 2 വിച്ച് ഈസ് ഈക്വൽ ടു അറൌണ്ട് 120 ഡെസിബൽ എന്ന് നമുക്ക് കിട്ടും. നമുക്ക് അപ്രോക്സിമേറ്റ് മതി. ലോഗ് 2ൻ്റെ വാല്യൂ അറിയണം. ലോഗ് 2ൻ്റെ വാല്യൂ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അങ്ങ് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ശരി, നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 102 ഡെസിബൽ. ഒന്നുമില്ല, 3 ആംപ്ലിഫയർ കാസ്കേഡ് ചെയ്തു. നെറ്റ് ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ ഗെയിൻ ഓഫ് ദ 3 ആംപ്ലിഫയേഴ്സ്. പക്ഷെ നമുക്ക് ഇതിനെ ഡെസിബൽ എക്സ്പ്രസ് ചെയ്യണം. സോ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു ടേക്ക് ദ 20 ലോഗരിതം ഓഫ് ദ ഫൈനൽ ആൻസർ. അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് മാത്രമേ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് നോക്കുന്നുള്ളൂ. ഓക്കെ, സോ ലോഗരിതത്തിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ അറിഞ്ഞിരിക്കുക. ലോഗ് എ ബി എന്ന് പറയുന്നത് ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്നത് ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. എന്നിങ്ങനെയുള്ള ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ലോഗരിതം അറിഞ്ഞിരുന്നാൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി ചോദിക്കാറുണ്ട്. നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിനേഷനകത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇൻഡക്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. 0.2 × നാച്ചുറൽ ലോഗരിതം ഓഫ് d/r'. സോ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരെ നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ചോപ്പേഴ്സ് ഡു വോൾട്ടേജ് ആൻഡ് കറണ്ട് റിമെയിൻ നെഗറ്റീവ്? എന്തായിരിക്കും? വോൾട്ടേജും കറണ്ട് നെഗറ്റീവ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓപ്പറേറ്റിംഗ് ഇൻ ദിസ് റീജിയൻ അല്ലേ? വോൾട്ടേജ് എന്തായിരിക്കണം? നെഗറ്റീവ്, കറണ്ടും നെഗറ്റീവ് ആയിരിക്കണം. സോ എന്ത് ടൈപ്പ് ചോപ്പർ ആയിരിക്കും? ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? ടൈപ്പ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി സെക്കൻഡ് ക്വാഡ്രന്റ്. ടൈപ്പ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ്. ടൈപ്പ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ടൈപ്പ് ഇ വരുമ്പോൾ മാത്രമേ എല്ലാ ക്വാഡ്രന്റിലും വർക്ക് ചെയ്യിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലേ? സോ ടൈപ്പ് ഇ ചോപ്പർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് വോൾട്ടേജിനെ കറണ്ടിനെ നമുക്ക് എന്താണ് നെഗറ്റീവ് വരുന്ന റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി ടൈപ്പ് ഇ ചോപ്പർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതൊരു സ്റ്റാൻഡേർഡ് സർക്യൂട്ട് ആണ്. ദ സർക്യൂട്ട് ഷോൺ എംപ്ലോയ്സ് 2 ചോപ്പേഴ്സ് ടു സപ്ലൈ ദ ലോഡ്. ദ ചോപ്പർ ഡ്രൈവേഴ്സ്. ഇത് ഫിഗർ ബേസ്ഡ് ഐഡന്റിഫിക്കേഷൻ സർക്യൂട്ട് ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു പഠിക്കുന്ന ഒരു ക്വാഡ്രന്റ് ഡ്രൈവ് ആണ്. ദിസ് ഇസ് എ 2 ക്വാഡ്രന്റ് ഡ്രൈവ്. എങ്ങനെയാണ് നമുക്ക് 2 ക്വാഡ്രന്റ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത്? CH1 CH2 ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ സമയത്ത് ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് റെഫറൻസ് പൊളാരിറ്റി ശ്രദ്ധിക്കുക, ലെഫ്റ്റ് പോസിറ്റീവ് റൈറ്റ് നെഗറ്റീവും അല്ലേ? So when CH1 and CH2 is closed, output voltage is positive. Output current is also positive. ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണ് കറണ്ട് ഡയറക്ഷൻ. സോ കറണ്ട് ഡയറക്ഷൻ ഈസ് ഓൾസോ പോസിറ്റീവ്. സോ അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ക്വാഡ്രന്റ് കിട്ടി.
ഞാൻ CH1 CH2 ഓപ്പൺ ആക്കി, ലോഡിന് ഇൻഡക്റ്റീവ് നേച്ചർ ഉണ്ടെങ്കിൽ വെൻ CH1 ആൻഡ് CH2 ഈസ് ഓപ്പൺ, ലോഡ് ഇൻഡക്റ്റീവ് നേച്ചർ ഉണ്ടെങ്കിൽ ദ ഇൻഡക്ടർ കറണ്ട് ഷുഡ് ഡൈ ഔട്ട് ഫസ്റ്റ്, അല്ലേ? ലോഡിന് ഇൻഡക്റ്റീവ് നേച്ചർ ഉണ്ടെങ്കിലും ദ ഇൻഡക്ടർ കറണ്ട് ഷുഡ് ഡൈ ഔട്ട് ഫസ്റ്റ്. പെട്ടെന്ന് ഞാൻ ആ സ്വിച്ച് അങ്ങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇൻഡക്ടർ പൊളാരിറ്റി വിൽ റിവേഴ്സ്. ഇൻഡക്ടർ പൊളാരിറ്റി റിവേഴ്സ് ചെയ്തിട്ട് എന്താണ്, ഈ കറണ്ട് എന്താണ്, തിരിച്ച് ഡയോഡ് വഴി കണ്ടക്ട് ചെയ്ത് വിടും. സോ ദ ഡയോഡ് D2 ആൻഡ് ഡയോഡ് D1 വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം ഫോർവേഡ് ബയാസ്ഡ്. സോ അപ്പോൾ എന്ത് സംഭവിക്കുന്നു, കണ്ടക്ടിങ് സമയത്ത് ലോഡിന്റെ അക്രോസ് റൈറ്റ് സൈഡ് പോസിറ്റീവ് ലെഫ്റ്റ് നെഗറ്റീവ് വരും. കാരണം എന്താണ്, ഡയോഡ് D1 D2 ഫോർവേഡ് ബയാസ്ഡ് ആയി കഴിഞ്ഞാലും ഈ സപ്ലൈ വോൾട്ടേജ് ഡയറക്ട്ലി ലോഡിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് വരും. പോസിറ്റീവ് റൈറ്റ് സൈഡിലും നെഗറ്റീവ് ലെഫ്റ്റ് സൈഡിലും. സോ വോൾട്ടേജ് എന്താണ്, നെഗറ്റീവ്, കറണ്ട് സ്റ്റിൽ പോസിറ്റീവ്. കറണ്ടിന് നെഗറ്റീവ് ആകാൻ യാതൊരു ചാൻസും ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. സോ സ്വിച്ച് ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ എൻ്റെ വോൾട്ടേജ് പോസിറ്റീവ്, കറണ്ട് നെഗറ്റീവ്. സ്വിച്ച് ക്ലോസ് ചെയ്തിരിക്കുമ്പോൾ സ്വിച്ച് ഓപ്പൺ ആക്കിയാലോ, ചോപ്പർ സ്വിച്ച് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കറണ്ട് സ്റ്റിൽ ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ ആൻഡ് ദ വോൾട്ടേജ് റിവേഴ്സസ്. കാരണം കണ്ടക്ഷൻ ഇസ് കണ്ടിന്യൂയിങ് ത്രൂ ഡയോഡ് D1 ആൻഡ് D2. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2 quadrant drive. An overcurrent relay is said to overreach when it operates at a current. ഒരു overcurrent relay overreach ആവുന്നത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. When is an overcurrent relay said to overreach? Overcurrent relay അല്ലേ, overreach. ആദ്യമേ റീച്ച് എന്താണെന്ന് മനസ്സിലാക്കുക. റീച്ച് എന്ന് പറയുന്നത് ഒരു റിലേ ഉണ്ട്, ഡിസ്റ്റൻസ് റിലേ ആണെന്ന് വിചാരിക്കാം. ഒരു ട്രാൻസ്മിഷൻ ലൈൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു റിലേനെ എംപ്ലോയ് ചെയ്തു. സോ ഈ റിലേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ഡിസ്റ്റൻസ് റിലേ. ഇംപെഡൻസ് എന്ന് പറയുന്നത് ഓൾറെഡി സെറ്റ്, അതായത് ഇംപെഡൻസ് റിലേ ഞാൻ ഓൾറെഡി അതിനകത്ത് ഒരു സെറ്റിംഗ് വെക്കും, ഒരു സെറ്റ് വാല്യൂ ഓഫ് ഇംപെഡൻസ് അതിനകത്ത് എന്താണ് സെറ്റ് ചെയ്ത് വെക്കും. ഇനി എന്ത് ചെയ്യുന്നു, ഫോൾട്ട് സംഭവിക്കുമ്പോൾ ഈ ഫോൾട്ട് പോയിന്റ് വരെയുള്ള ഇംപെഡൻസ് നമ്മുടെ റിലേ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെൻ ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇംപെഡൻസ് എന്ന് പറയുന്നത് സെറ്റ് വാല്യൂ ഓഫ് ഇംപെഡൻസിനേക്കാളും താഴെയാണെങ്കിൽ ദ റിലേ വിൽ ഓപ്പറേറ്റ്. റീച്ച് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അപ് ടു വിച്ച് ദ റിലേ ക്യാൻ ഫെയ്ത്ത്ഫുള്ളി എന്താണ് റെക്കഗ്നൈസ് ദ ഫോൾട്ട്. കാരണം ഇപ്പോൾ സപ്പോസ് ഇതാണ് റീച്ച് എന്ന് വിചാരിക്കുക, ഇതുവരെയുള്ള ഫോൾട്ട് ഓക്കെയാണ്. കാരണം അറ്റ് ദ എക്സാക്ട് പോയിന്റ് ഓഫ് റീച്ചിന്റെ എൻഡ് പോയിന്റിൽ ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ദ ഇംപെഡൻസ് വിൽ ബി ഈക്വൽ ടു സെറ്റ് ഇംപെഡൻസ്. അതിന്റെ റൈറ്റ് സൈഡിലേക്ക് ഇപ്പോൾ ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇംപെഡൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ എന്താണ് ഓൾറെഡി സെറ്റ് ഇംപെഡൻസ്. സോ റീച്ച് എന്ന് പറയുന്നത് ദ പോയിന്റ് അപ് ടു വിച്ച് ദ ഡിസ്റ്റൻസ് റിലേ ക്യാൻ ഫെയ്ത്ത്ഫുള്ളി ഐഡന്റിഫൈ ദാറ്റ് എ ഫോൾട്ട് ഹാസ് അക്കേർഡ്. ഓവർ കറണ്ട് റിലേറ്റ് സെറ്റ് ടു ഓവർ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് ഡ്യൂ ടു സം എന്താണ് മാൽ ഓപ്പറേഷൻ ഓഫ് റിലേയുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കാരണം ഫോൾട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ വെൻ ദ ഫോൾട്ട് ഹാസ് അക്കേർഡ് ഔട്ട്സൈഡ് ദ റിലേ മേ ഓപ്പറേറ്റ്. ആക്ച്വലി അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല അല്ലേ, ഫോൾട്ട് പുറത്ത് വന്നു ഡ്യൂ ടു സം ഇഷ്യൂ ഇൻ ദ റിലേ മേ ഓപ്പറേറ്റ്. അതിനാണ് ഓവർ റീച്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ ഫോൾട്ട്. അതായത് റിലേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് റിലേ കയറി ഓപ്പറേറ്റ് ചെയ്തു. ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് റിലേ ഹാസ് ഓപ്പറേറ്റഡ്. ദാറ്റ് മീൻസ് its reach has increased. So this is a mal operation. During the overreach condition, the relay will operate. Relay operate ചെയ്യും. വേറൊരു പോയിന്റ് ഞാൻ പറയാം. ഇനി കറണ്ടിന്റെ കാര്യം ശ്രദ്ധിക്കുക. ഈ റീച്ചിന് താഴെ ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ റിലേ വിൽ ഓപ്പറേറ്റ്. ദാറ്റ് മീൻസ് എന്താണ്, ദ ഫോൾട്ട് കറണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ പിക്കപ്പ് കറണ്ട്. വെൻ ദ ഫോൾട്ട് ഈസ് എബോവ് ദ റീച്ച്, ഇതാണ് നോർമൽ റീച്ച് എന്ന് വിചാരിക്കുക. റീച്ചിന്റെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ദ ഫോൾട്ട് കറണ്ട് വിൽ ബി ലെസർ ദാൻ ദ റീച്ച് കറണ്ട്. ഐ മീൻ ഓൾറെഡി, അതായത് ഫോൾട്ട് കറണ്ട് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ പിക്കപ്പ് കറണ്ട്. സോറി, ലെസർ ദാൻ ദ പിക്കപ്പ് കറണ്ട് അല്ലേ, ലെസർ ദാൻ ദ പിക്കപ്പ് കറണ്ട്. നോർമൽ റീച്ചിനെ പുറത്ത് പോയിട്ട് ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ദർ ദ ഫോൾട്ട് കറണ്ട് ഈസ് ആക്ച്വലി ലിമിറ്റഡ് ബൈ ദ ഫോൾട്ട് ഇംപെഡൻസ്. ഫോൾട്ട് ഇംപെഡൻസ് കൂടുതലാണ്, റീച്ചിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഫോൾട്ട് ഇംപെഡൻസ് കൂടുതലാണ്. സോ കറണ്ട് വിൽ ബി ലെസർ ദാൻ ദ പിക്കപ്പ് വാല്യൂ. അതുകൊണ്ട് തന്നെ ട്രിപ്പ് ആവത്തില്ല, അങ്ങനെയും നമുക്ക് പറയാം. അതായത് നോർമലി ഒരു റീച്ചിന്റെ പുറത്ത് ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ റിലേ വിൽ നോട്ട് ഓപ്പറേറ്റ്. കാരണം എന്താണ്, കറണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ പിക്കപ്പ് വാല്യൂ, അല്ലെങ്കിൽ കറണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ സെറ്റിംഗ്. സോറി, കറണ്ട് ഈസ് ലെസർ ദാൻ ദ സെറ്റിംഗ്. എന്താണ്, വെൻ ദ ഫോൾട്ട് ഹാസ് അക്കേർഡ് ഔട്ട്സൈഡ് ദ റീച്ച് കറണ്ട് ഈസ് ലെസർ ദാൻ ദ സെറ്റിംഗ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇറ്റ് വിൽ നോട്ട് ഓപ്പറേറ്റ്. പക്ഷെ ഓവർ റീച്ച് സംഭവിക്കുന്ന സമയത്ത് റീച്ചിന്റെ പുറത്ത് ഒരു ഫോൾട്ട് സംഭവിച്ചപ്പോൾ റിലേ ഹാസ് ഡിറ്റക്റ്റഡ് ആൻഡ് ഓപ്പറേറ്റഡ്. ദാറ്റ് മീൻസ് ദ റിലേ ഹാസ് ഓവർ റീച്ച്ഡ്. അതിൻ്റെ അർത്ഥം എന്താണ്, കറണ്ട് എന്ന് പറയുന്നത് സെറ്റിങ്ങിനേക്കാളും കുറവായിരുന്നു, ബട്ട് റിലേ ഹാസ് വർക്ക്ഡ്. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ, ആൻ ഓവർ കറണ്ട് റിലേ is set to overreach when it operates at a current lower than the setting. ലോവർ ദാൻ ദ സെറ്റിംഗ് മീൻസ് പിക്കപ്പ് കറണ്ടിനേക്കാളും താഴത്തെ വാല്യൂവിൽ ആക്ച്വലി റിലേ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. നോർമൽ റീച്ചിന് പുറത്തൊരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ദ റിലേ ഷുഡ് നോട്ട് ഓപ്പറേറ്റ് ബിക്കോസ് ദ ഫോൾട്ട് കറണ്ട് വിൽ ബി ഡെഫിനറ്റ്ലി ലെസർ ദാൻ ദ പിക്കപ്പ് കറണ്ട്. പക്ഷേ
ഓവർ റീച്ച് ആയി കഴിഞ്ഞാൽ ദ റിലേ മേ ഓപ്പറേറ്റ് അണ്ടർ ദിസ് കണ്ടീഷൻ. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ലോവർ ദാൻ ഇറ്റ്സ് സെറ്റിംഗ്. അതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് വരുന്ന ഒരു പോയിന്റാണ്. ഓക്കെ ഓക്കെ, സോ തൽക്കാലം നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ലെവൽ എക്സാമിനേഷൻ ആണ്. റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിനേഷൻ്റെ ഒരു ടഫ്നെസ് ലെവൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സോ നമ്മൾ എന്താണ് നല്ല രീതിയിൽ തന്നെ നോക്കുക. ഒരു AE ബാച്ചിന് വേണ്ടി പഠിക്കുന്നത് പോലെ അതിനേക്കാളും കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ നോക്കുക. സിലബസും കണ്ടിട്ടുണ്ടാവും. സിലബസും പറയുന്നത് എന്താണ്, പഠിക്കേണ്ട പോർഷൻസും കാര്യങ്ങളും കണ്ടന്റ് കൂടുതലാണ്. സോ മാക്സിമം പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ലെവലുണ്ടാവും, നിങ്ങൾ മാക്സിമം പഠിക്കുക. ഇനി വരുന്ന ജൂൺ 20 വരെ ഫുൾ എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ മാക്സിമം നിങ്ങളെല്ലാവരും പഠിക്കുക, നല്ല രീതിക്ക് തന്നെ പഠിക്കുക, നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്കിപ്പോൾ സബ് എഞ്ചിനീയറിനാണെങ്കിലും അതോടൊപ്പം തന്നെ മുമ്പിൽ നടന്ന എക്സാമിനേഷൻ ആണെങ്കിലും കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ്റെ ഒരു പേപ്പറിൻ്റെ ഒരു ചെറിയൊരു ടഫ്നെസ് എന്ന് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ ഈസി ആണെന്ന് തോന്നും, പക്ഷേ എന്താണ്, കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും ഓവറോൾ. അതേ ഒരു ലെവൽ, അതിനേക്കാളും കൂടിയൊരു ലെവൽ എക്സാമിനേഷൻ ആയിരിക്കും നമുക്ക് AP എന്ന് പറയുന്നത്. സോ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. തിയറി പോർഷൻ ആണെങ്കിലും ഒരുപാട് ഈസി ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചേ കാണത്തുള്ളൂ. എക്സാമിനേഷൻ അതിൻ്റെതായ ഒരു ലെവൽ ഉണ്ടാവും, കാരണം മിനിമം ക്വാളിഫിക്കേഷൻ MTech ആണ് അല്ലേ? ശരി, സോ താങ്ക് യു ഓൾ ഫോർ പേഷ്യൻ്റ്ലി ലിസണിങ്. നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.